മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ അത് പറയാൻ, അത് പ്രചരിപ്പിക്കാൻ, ഈ തൗഹീദ് ഉറക്കെ പറയാൻ സാധിക്കുകയില്ല എന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല, ജിന്നിനോട് ഒരിക്കലും തന്നെ അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ, ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വാദവുമായി ഒരു വിഭാഗം ആളുകൾ വേറിട്ട് പോയി. മുജാഹിദുകൾ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, നിങ്ങളുടെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ ആളുകളോട് പറഞ്ഞു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായോ? അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ ആളുകൾ അവരുടെ വകയായി പുതിയ ചിന്തകളും പുതിയ ആദർശങ്ങളും ഉണ്ടാക്കിപ്പോയി. അങ്ങനെ പോയതിനു ശേഷം ഇവര് സുന്നികളുമായി ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പോയിരുന്നു. ആ സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പോയിരുന്നതിന് ശേഷം അവിടെ ചർച്ച നടന്നു. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാര് ഇവരോട് ചോദിച്ച ഒരു ചോദ്യം, എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തിന്? പുഴയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ഒരു മൗലവി, അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു മുസ്ലിയാരുടെ ചോദ്യം. മുസ്ലിയാർ ചോദിക്കാൻ കാരണം ജിന്നെ രക്ഷിക്കണേ, പുഴയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ്. സർക്കാർ നേരിടുന്ന ധൈര്യമുണ്ടോ? ഒരു ജിന്നിനെ വിളിച്ചു ജിന്നെ ശൈത്താനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? വെല്ലുവിളിക്കുന്നു. നോക്കൂ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ തൗഹീദ് പ്രഭാഷണങ്ങൾക്ക് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുപോയ പണ്ഡിതന്മാരാണ് ഇവരുടെ മുന്നിലിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച സംഘാടകരാണ് ഈ മുസ്ലിയാക്കന്മാരുടെ മുന്നിലിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ മുസ്ലിയാക്കന്മാരുടെ മുന്നിലിരിക്കുന്നത്. എന്നിട്ട് മുഖത്തേക്ക് വിരൽ ചൂണ്ടി അത് ശിർക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് പറയാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നു. എന്തിനാണ് നിങ്ങളെ പറ്റത്? ഞങ്ങളെ ചോദ്യം, പുഴയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണല്ലേ? എന്ത് പറയാനുണ്ട് എന്നാണ് ചോദ്യം. ഈ ചോദ്യം കേൾക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞിരുന്നവരായിരുന്നില്ലേ മുജാഹിദുകൾ? എവിടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു രണ്ടാമതൊരാലോചന, ജിന്നിനെ വിളിച്ചു തേടുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് അതിലൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, എന്നിട്ടേ പറയാൻ കഴിയുള്ളൂ എന്നൊരു വീക്ഷണം എന്നെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവരോട് ചോദിച്ചു, എന്താ ജിന്നിനെ വിളിച്ച് തേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദ്യം വന്നു. അങ്ങനെ ചോദ്യം വന്നപ്പോ ഇവര് അറബിയിൽ ഒരു കത്തെഴുതി പ്രസിദ്ധീകരിച്ചു. ആരാ കത്തെഴുതിയത്? PN അബ്ദുൽ ലത്തീഫ് മൗലവിയ. PN അബ്ദുൽ ലത്തീഫ് മദനി ഒരു കത്തെഴുതി. ആ അറബിയിൽ ഒരു കത്തെഴുതിയിട്ട് ആ കത്ത് ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചു, ആളുകൾക്ക് അയച്ചു കൊടുത്തു. എന്താ കത്തിലുള്ളത്? ഞാൻ വായിക്കാം. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടുള്ള സഹായതേട്ടം
ഫതഫ്സീലുഹാ അല നഹ്വി താലി, അത് വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, MCCയുടെ നാട്ടിൽ ജീവിച്ച അക്കാലത്ത് തുടങ്ങിയ തൗഹീദി പ്രബോധനത്തിന്റെ തലമുറകളായി വന്ന മുജാഹിദുകളുണ്ടല്ലോ ഇവിടെ. അലവി മൗലവിയുടെയും KM മൗലവിയുടെയും ഉമർ മൗലവിയുടെയും റഹിമഹുല്ല, അതേപോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നേരിട്ട് കേട്ട മുജാഹിദുകളുണ്ടല്ലോ ഇവിടെ. നിങ്ങളോടാരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ജിന്നിനോടുള്ള സഹായാർത്ഥനയെ കുറിച്ച് എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അത് വിശദമായിട്ട് പറയേണ്ടതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായോ? PN അബ്ദുൽ ലത്തീഫ് മൗലവി കത്തെഴുതി ഒപ്പിട്ട് പറഞ്ഞേക്കുന്നു. എന്താ പറയുന്നത്? 2 ഇനങ്ങളുണ്ട്. അന്നവൽ, ഒന്നാമത്തെ ഇനം അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടുക. ഉദാഹരണത്തിന് ജിന്നയെ സ്വർഗത്തിലെത്തിക്കണേ എന്ന് പറയാ, ജിന്നയെ പാപം പൂർത്തിയരണേ എന്ന് പറയാ, ജിന്നയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാ, ജിന്നയെ രോഗം മാറ്റണേ എന്ന് പറയാ. ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് തേടിയാൽ ഫഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാകുന്നു. യുഖ്രിജു മിനൽ മില്ല, ഈ ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകും, പുറത്താക്കി കളയും ആ ശിർക്ക്. അത്ര വലിയ ശിർക്കാണത്. ഏത്? ജിന്നിനോട് ജിന്നയെ സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔദാര്യാണ്. PN അബ്ദുൽ ലത്തീഫ് മൗലവി ഇങ്ങനെ മസ്കല ഉണ്ടാക്കി പറഞ്ഞത്. ജിന്നെ സ്വർഗം തരണേന്ന് തേടിയ ശിർക്കാണ്, അള്ളാഹിനോട് തേടുന്നത് പോലെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത് അമ്മൻ നൗസാനി ഫഹുവൽ ഇസ്തിആനതു ബിൽ ജിന്നി അൽ ഹയ്യിൽ ഹാദിരിൽ ഖാദിരി. ചില ആളുകൾ വിചാരിക്കും നമ്മൾ ഈ ഹയ്യ ഹാദിർ ഖാദിറായ ജിന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ ഇതൊക്കെ നമ്മളാരോ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ്. അല്ല, ഈ ആളുകളുടെ വിശ്വാസമാണത്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ചോദിച്ചതുപോലെ ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അവിടെ ഹയ്യായ ജിന്ന്, ഹാദിറായ ജിന്ന്, ഖാദിറായ ജിന്ന്, മുസ്ലിമായ ജിന്ന്, കാഫിറായ ജിന്ന്, ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടായിരുന്നോ മുജാഹിദുകൾക്ക്? എന്നിട്ട് പറയാ ഹയ്യായ, ഹാലിറായ, ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അതൊരിക്കലും ശിർക്കാവില്ല. പിന്നെയോ അത് ശിർക്കിലേക്ക് എത്തിക്കേയുള്ളൂ. അത് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് ചെയ്യാൻ പാടില്ല. അപ്പോ ജിന്നുവാദികളുടെ ചോദ്യം എന്താ? ചോദ്യം ഞങ്ങൾ പറയുന്നതും പാടില്ല എന്ന് തന്നെയല്ലേ? ചില മധ്യസ്ഥന്മാരുടെ ചോദ്യം ഓലും പറയുന്നത് പാടില്ല എന്ന് തന്നെയല്ലേ, ചെയ്യാൻ പാടില്ല എന്ന് തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കൂട്ടർ വന്നിട്ട് പറയാം, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ഒരു കൂട്ടർ നാളെ വേറിട്ട് പോയിട്ട് പറയാ മൊയ്തീൻ ശേഖയെ കാക്കണേ എന്ന് ഒരാള് തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ചാൽ ശിർക്ക് തന്നെയാണ്. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശിർക്ക് തന്നെ. എന്നാ സഹായം തേടിയാലോ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല, ശിർക്കിലേക്ക് എത്തിക്കുകയുള്ളൂ. കാരണം അള്ളാഹ് കൊടുത്ത കഴിവിന് സഹായിക്കുന്നല്ലേ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല, ശിർക്കിലേക്ക് എത്തിക്കുകയുള്ളൂ. നേരെ മറിച്ച് അള്ളാഹ് കൊടുക്കൊന്നും ചെയ്യാത്ത കഴിവിന്ന് സ്വയം കഴിവ് കൊണ്ട് സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ശിർക്ക് തന്നെ. മറ്റേത് ശിർക്കാന്ന് പറയാൻ പറ്റൂല, എന്നാ ചെയ്യാൻ പറ്റൂല കേട്ടോ. മൊയ്തീൻ ശേഖയെ കാക്കണെന്ന് വിളിക്കാൻ പറ്റൂല. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നെഞ്ഞത്ത് 2 അടി അടിച്ചിട്ട് അയാൾ ചോദിക്കാൻ കൂടി ചെയ്താൽ നമ്മൾ എന്താ പറയാ? കുഴപ്പമൊന്നുമില്ല, ഓലും ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് തേടാൻ പാടില്ല എന്ന് തന്നെയല്ലേ ഓലും പറയുന്നത്. ശിർക്കാണോ വസീലത്ത് ശിർക്കാണോ എന്ന അഭിപ്രായ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കാൻ കഴിയുമോ നമുക്ക്? ഈ ഒരു ഫിത്നയുമായി വന്നപ്പോ എന്തുണ്ടായി? നട്ടെല്ല് നഷ്ടപ്പെട്ടു പോയി ആളുകൾക്ക്, അല്ലേ? നേർക്ക് നേരെ ഒരു കാര്യം ശിർക്കാണ് എന്ന് പറയാനുള്ള നട്ടെല്ല്, ആ അന്തസ് ഈ ആളുകൾക്കില്ലാതെ പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടോ PN അബ്ദുൽ ലത്തീഫ് മൗലവി ഇതെഴുതിയ PN അബ്ദുൽ ലത്തീഫ് മൗലവി പ്രസംഗിക്കുന്നുണ്ട്. എന്താണ്? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആളുകളോട് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ പറയുന്നതൊന്നല്ല. പിന്നെയോ കൃത്യമായി ഞങ്ങൾ ശൂറ കൂടി, ആ ശൂറയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറയുന്നത് എന്ന് PN അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ
അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ശൂറയുടെ അടിസ്ഥാനത്തിലാണ് PN അബ്ദുൽ ലത്തീഫ് മൗലവി ഈ കാര്യം പറയുന്നത് എങ്കിൽ, അതേപോലെ വിസ്ഡം വിഭാഗം ശൂറയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ, ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ ഈ വാദത്തിന് തെളിവായി ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ശരിയാണ് എന്ന് പറയാൻ PN അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കഴിയോ? കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ 2 മാസം, ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം എടുത്താൽ ഏകദേശം 15ഓളം പള്ളികൾ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ. ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. കുറെ പള്ളികൾ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. കുറെ പള്ളികൾ വേറെ പണ്ഡിതന്മാരായ പള്ളികളുണ്ടാക്കി, സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. കുറെ പള്ളികൾ പള്ളി ഉണ്ടാക്കി എന്നതുകൊണ്ട്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് അത് ഇസ്ലാം ദീനാണെന്ന് പറയാൻ പറ്റുമോ? അതാ പണ്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുടെ മൂല്യങ്ങളും അതേപോലെ അതിന്റെ വിലയും ഒക്കെ, മാർക്കറ്റ് വാല്യൂ ഒക്കെയാണ് കണക്കാക്കുന്നതെങ്കിൽ, കേരളത്തിലെ വിസ്ഡം വിഭാഗത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഒരു തട്ടിലും, കാന്തപുരത്തിന്റെ നോളജ് സിറ്റി ഒരു തട്ടിലും വെച്ചാൽ അത്തട്ടിനെ കനുണ്ടാവുക. അതുകൊണ്ട് കാന്തപുരത്തിന്റെ ആദർശം ശരിയാന്ന് വന്നോ? ഭൗതികമായി ഒരു കൂട്ടർ മെച്ചപ്പെടുന്നു എന്നതുകൊണ്ട് ഈ നാട്ടിലെ തൗഹീദ് പ്രബോധനത്തിനു വേണ്ടി അനുവദിച്ച ഫണ്ടുകൾ തട്ടിയെടുത്തും കൃത്രിമം കാണിച്ചും അല്ലേ? കത്ത് കൊടുത്തില്ലേ PN? ഇവിടെ KNM-ന്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന് കുവൈത്തിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ട്, KNM-ന്റെ അക്കൗണ്ടിലേക്കുള്ള ഫണ്ട്, ഒരു ദിവസം PN-ന്റെ കത്താണ് അവിടുത്തെ. എന്ത്? നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ അവിടെ KNM-ന് പ്രയാസമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഫണ്ടുകളൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇങ്ങനെ KNM-ന്റെ ഫണ്ടടക്കം മാറ്റി, ആ പേര് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കിയാൽ ആദർശം ശരിയാന്ന് വന്നോ? ഈ ദുനിയാവിൽ മുസ്ലിങ്ങളെക്കാൾ മേലെ നിൽക്കുന്നില്ലേ പലരും ഭൗതികമായി? അതുകൊണ്ട് അതാണ് ശരിയെന്ന് പറയാൻ പറ്റുമോ? അതല്ല ശരിയുടെയും തെറ്റിന്റെയും മാനദണ്ഡം. ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. കുറെ പള്ളികൾ വേറെ പണ്ഡിതന്മാരായ ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥി വിഭാഗം, യുവജന വിഭാഗം, സ്ത്രീകളുടെ വിഭാഗം, സാധാരണക്കാരുടെ വിഭാഗം, എല്ലാവരും സജീവമായി ദേവാരംഗത്തുണ്ട്. വളരെ ആസൂത്രിതമായി കൂടിയാലോചനയിലൂടെ, ഒരാളും ഒരാളെക്കാൾ വലുതല്ല, ഒരാളും ഒരാളെക്കാളും വലുതല്ല. എല്ലാവരും ചെറിയ കാര്യം മുതൽ, മൈന്യൂട്ടായ കാര്യം മുതൽ സുപ്രധാനമായ കാര്യം വരെ ഞങ്ങൾ മുശാവറ നടത്തി. അത് പണ്ഡിത സഭയിലാണെങ്കിൽ പോലും മുശാവറ നടത്തി, തെളിവുകൾ പരിശോധിച്ച്, പ്രമാണങ്ങൾ പരിശോധിച്ച് ആ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയണം എന്ന് തീരുമാനിച്ച് ആണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രമാണങ്ങളൊക്കെ ആലോചിച്ച്, എല്ലാവരും കൂടിയാലോചിച്ച് പ്രമാണങ്ങളൊക്കെ വിലയിരുത്തിയാണ് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചോദ്യം, നിങ്ങളുടെ നേതാവായ, നിങ്ങളുടെ പണ്ഡിതനായ ഫൈസൽ മുസ്ലിയാർ, കോഴിച്ചന വാദപ്രതിവാദത്തിൽ നിങ്ങളുടെ വാദമായി എഴുതി, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്, എല്ലാം ഹറാമാണ്. വസീലത്തു ശിർക്കായതുണ്ട് എന്ന് ഈ മുഖവാദപ്രതിവാദത്തിൽ നിങ്ങളുടെ ഫൈസൽ മുസ്ലിയാർ വ്യവസ്ഥ എഴുതി. സ്വാഭാവികമായും ആ വാദപ്രതിവാദം വന്നപ്പോ, ആ വാദപ്രതിവാദത്തിൽ നാസർ സുല്ലമി ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താ ചോദ്യം? എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക, ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം?
മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകും. മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കായ ഒരു ചോദ്യം ചോദിക്കാൻ എന്താണ് പ്രമാണം എന്നാണ് നാസർ സുല്ലമിയുടെ ചോദ്യം. സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. തന്നെയുമല്ല, ഇത് ശിർക്കാവുകയില്ല, ഇത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് പുഴയിൽ മുങ്ങിയാൻ കരയിലുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവൻ ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാവൂല, ചൂണ്ടയിടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോൾ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, അതൊക്കെ വസീലത്ത് ശിർക്കേ ആവുകയുള്ളൂ എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ ധാരാളം നൽകിയിരിക്കെ ഇങ്ങനെ ഇതൊരു വസീലത്ത് ശിർക്ക് ആവാൻ ഉള്ള പ്രമാണം എന്ത് എന്നതാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പ്രമാണം? ഇത് നിങ്ങൾക്ക് ഈ വാദം ഏതുപോലെ തെളിവ് വേണമല്ലോ. മുസ്ലിം ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്ത് ശിർക്കാൻ, കാഫിർ ജിന്നിനോടുള്ള ശിർക്കാനായിരുന്നു അതുവരെ പറഞ്ഞിരുന്നത്. കാഫിർ ജിന്നിനോട് ശിർക്ക്. നോക്കൂ നിങ്ങൾ, എന്തൊരു ദുരന്തമാണ് ഈ ആളുകളുടേത് എന്ന്. രാത്രിയുടെ ഇരുട്ടിൽ ഒരാൾ അകപ്പെട്ടു, അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. ഒരാൾ രാത്രിയുടെ ഇരുട്ടിൽ അകപ്പെട്ടു, വെളിച്ചം കയ്യിലില്ല. അപ്പൊ അയാളോട് വെളിച്ചം ചോദിക്കണം. അയാളൊരു ജിന്നാണെന്ന് വിചാരിച്ചിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചിട്ട് വെളിച്ചം ചോദിക്കണം. ആ ജിന്നിനോട് വെളിച്ചം ചോദിക്കണമെങ്കിൽ ആദ്യം അയാളുടെ മതം അറിയണ്ടേ? കാരണം കാഫിർ ജിന്നാണെങ്കിൽ ശിർക്കായി, മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്ത് ശിർക്ക്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്ര വലിയ ഒരു വിഡ്ഢിത്തം ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ടാണ് നാസർ സുല്ലമി അവിടെ മുസ്ലിം ജിന്നിനോട് എന്ന് തന്നെ എടുത്തു ചോദിച്ചത്. ഇതിന് ഫൈസൽ മുസ്ലിയാർ പറയുന്ന മറുപടി നോക്കൂ. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ഷിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ഷിർക്കായതിന് ആയത്തോടെ കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, എന്ന ആയത്ത്. ഈ ആയത്തൊക്കെ എന്തിനാ തെളിവ്? എന്തിനാണ് തെളിവ്? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്നതിനാണ് തെളിവ്. ജിന്നിനോടുള്ള ഇസ്തിംതായ ശിർക്കാണ് നല്ല തർക്കം. ജിന്നിനോടുള്ള ഇസ്തിംതായിൽ ശിർക്കായതുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ എന്നല്ല തർക്കം. ജിന്ന് മനുഷ്യരെ കൊണ്ട്, പിശാച് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ തെറ്റുകളും അത് ശിർക്കാണോ എന്നല്ല തർക്കം. ജിന്നൊരാളെ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ, ജിന്നൊരാളെ മദ്യപാനത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ, ജിന്നൊരാളെ മോഷണത്തിന് പ്രേരിപ്പിച്ചാൽ അത് ശിർക്കാണോ എന്നല്ല തർക്കം. ഇവിടെ തർക്കേണ്ട. ജിന്നിനോടുള്ള സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്കാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ശരിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അത് ശിർക്കാണ് എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. ഇനി ശിർക്കല്ല എന്നുള്ളതിന് ആയത്തുണ്ടോ? ഉണ്ട്, ധാരാളം ആയത്തിന്റെ മൂപ്പര് പറയുന്നുണ്ട്. അങ്ങനെയാണ് കൊച്ചിയിൽ ഒരാൾ ചോദിച്ചത്, ധാരാളം ആയത്തിന്റെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരായത്തല്ലേ ഇതുവരെ ഓതിയിട്ടുള്ളൂ, വേറെ ഒരായത്തും കൂടി ഓതുമെന്ന് വെച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു അത് ഫോൺ വിളിച്ചാൽ ഓതിത്തരാന്നാണ്. ഫോൺ വിളിച്ചാലോ, മുഖാമുഖത്തിന് വന്ന് ചോദ്യം ചോദിക്കുമ്പോ ഫോൺ വിളിച്ചാൽ ഓതിത്തരാം. നീ ബാക്കി പറയുന്നത് കേട്ടോളൂ. എല്ലാം ശിർക്കായ തേട്ടത്തിലുള്ള തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. അതിലാർക്കാ തർക്കം? ഇസ്തിംതായി ശിർക്കുണ്ടോ ശിർക്കില്ല എന്നതാണോ വിഷയം? ഇസ്തിആനത്തിൽ ശിർക്കുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ എന്നാണ്. ഇസ്തിംതാ വേറെ, ഇസ്തിആനത്ത് വേറെ. ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതുണ്ടോ എന്നതിനാണ് ഈ ആയത്ത് ചോദിച്ചത്. അങ്ങനെ ഇസ്തിആനത്ത് ഇസ്തിംതാവൊക്കെ മുമ്പ് കൂട്ടിക്കുഴച്ച് അവസാനം ഇസ്തിആനത്തിൽ തന്നെ എത്തുകയാണ്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്ത് ശിർക്കായതിന് 1 ആയത്ത് മോദി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ
ബഅദുനാ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി, വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്ന ആയത്തോതി, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത്. അപ്പോ ശിർക്കായതിന് 2 ആയത്തോതി, വസീലയായതിന് 1 ആയത്തോതി. എന്ത് ശിർക്കാണ് എന്നതിന്? സഹായാർത്ഥന ശിർക്കാണ് എന്നതിന്. എന്ത് വസീലത്ത് ശിർക്കാണ് എന്നതിന്? ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്കാണ് എന്നതിന്. അതിനാണല്ലോ ആയത്തോതിയത്. ഞങ്ങൾ ജിനി വിസ്ഡം വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശൂറയുടെ അടിസ്ഥാനത്തിലാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശൂറയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന PN അബ്ദുൽ ലത്തീഫ് മൗലവിയോട്, അതേപോലെ അവരുടെ പണ്ഡിത സഭയിലെ അംഗമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിനോട് എല്ലാ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് എത്ര കാലമായി ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആയത്ത് ഈ വിഷയത്തിന് തെളിവാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇവിടെ കത്ത് കൊടുത്തപ്പോ ശിർക്കിന് ആയത്തോതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിനോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പറയുന്നത് എന്ന് ആയത്തോതി. എന്ന വസീലത്ത് ശിർക്കായതിന് ആയത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഈ കത്തിൽ വസീലത്ത് ശിർക്കായത് എന്നതിന് ആയത്തുണ്ടോ? ആ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ഓതിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ആയത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്ന് ഈ ശൂറ കൂടിയിട്ടൊന്ന് പറയോ? വിസ്ഡം പണ്ഡിത സഭയുടെ ഒരു പ്രസ്താവന നടത്തുവോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു പ്രസ്താവന നടത്തും. കേരള ജംഇയ്യത്തുൽ ഉലമ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ്, ഹറാമാണ് എന്നതിന് ആയത്തുദ്ധരിച്ച് തെളിവ് പറഞ്ഞ് സർക്കുലർ ഇറക്കിയതുപോലെ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചലയിൽ ഈ വാദത്തിന് തെളിവായി ഓതിയ ആയത്ത് അത് ശരിയാണ്, അത് പ്രമാണബദ്ധമാണ് എന്ന് പറയാൻ PN-ന് കഴിയോ? ഇങ്ങനെ ഇവര് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു. നമ്മൾ നാട്ടിൽ പറഞ്ഞു. അവിടെ തന്നെ സംവാദത്തിൽ തന്നെ ബഹുമാന്യനായ നാസർ സുല്ലമി അത് പറഞ്ഞു, ഇത് ദുർവ്യാഖ്യാനമാണ്, ഇത് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഈ ആളുകൾ പറഞ്ഞു അത് ദുർവ്യാഖ്യാനമൊന്നല്ല, പിന്നെയോ അതിന് തഫ്സീറുണ്ട് എന്നാണ്. അങ്ങനെയാണ് പത്തപ്പിരിയത്ത് സംവാദം നടക്കുന്നത്. ആ സംവാദത്തെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന അബ്ദുൽ മാലിക് സലഫി എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു, ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത്. തന്റെ വാദം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്. ഖുർത്തുബി ആകാശത്തേക്ക് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴുണ്ടല്ലോ നാട്ടിൽ ഖുർത്തുബി. ആ ഖുർത്തുബിയിൽ ഈ വാദത്തെ തെളിയിക്കുന്ന വാചകം കാണിക്കാൻ എല്ലാം ശൂറയ്ക്ക് ശേഷം തീരുമാനിക്കുന്ന PN അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കഴിയോ? ശൂറ കൂടിയിട്ടെങ്കിലും ഖുർത്തുബിയിൽ ഇതാണ് ആ ഭാഗം എന്നൊന്ന് പറയാൻ കഴിയോ? അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്? ഇവിടെ 31-ാമത്തെ പേജിൽ ഇത് പറഞ്ഞു, ഇതാണ് തെളിവ് ധരിച്ചത് എന്ന് പറഞ്ഞ ഇതേ മൗലവി, ഇതേ അബ്ദുൽ മലിക് സലഫി തൊട്ടടുത്ത പേജിൽ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുന്നത്. ആ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുമ്പോ പറയാൻ വസീലത്ത് ശിർക്ക് ഖുർത്തുബിയിൽ വായിക്കാനായിരുന്നു 2-ാമത്തെ ചോദ്യം. അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം 2-ാമതായി പത്തപ്പിരിയത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങള് കോഴിച്ചനയിൽ ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചല്ലോ, ഇതിന് തെളിവായിട്ട് തഫ്സീർ വായിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഖുർത്തുബി വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, വായിക്കാമോ എന്ന് ചോദിച്ചപ്പോ ഫൈസൽ മുസ്ലിയാരുടെ മറുപടി എന്താണ് മാലിക് സലഫി പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വായിക്കേണ്ടതുള്ളൂ, അങ്ങനെ പറഞ്ഞത് കാണിക്കൂ എന്നായിരുന്നു മറുപടി. നോക്ക് നിങ്ങൾ, ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജ് പറയുന്നു, ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചു. 48-ാമത്തെ പേജിൽ പറയുന്നു, പത്തപ്പിരിയത്ത് വെച്ച് അങ്ങനെ ചോദിച്ചപ്പോ ഖുർത്തുബിയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് ഖുർത്തുബി ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ കാണിക്കേണ്ടതുള്ളൂ എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ മറുപടി.
ഈ ജാതി നുണ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ പച്ച നുണ പറഞ്ഞ് നടക്കുന്നവരാണ് എന്ന്. ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇനി നിങ്ങൾക്ക് ആധികാരികമായി അത് ദുർവ്യാഖ്യാനമല്ല എന്ന് പറയാൻ കഴിയുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. PN അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് അത് പറയാൻ കഴിയുമോ? ശൂറ കൂടിയിട്ട് ശൂറയുടെ തീരുമാനമായി. ഇത് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ നമുക്കെതിരെ എന്തെങ്കിലും പറയണല്ലോ. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്തത്? നമ്മൾ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന പ്രചാരം. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. എന്ത്? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹ്ഖാ. ഇവരെന്താ പറയുന്നത്? ഹയ്യായ ജിന്നിനോട്, ഹാലിറായ ജിന്നിനോട്, ഖാദിറായ ജിന്നിനോട് ചോദിച്ചാ ശിർക്കാവൂലാദ. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ സഹായദാട്ടം, ഈ അഭയദാട്ടം അത് ശിർക്കാണ് എന്ന് മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നു. ഇവർ തേടിയത് മരിച്ചുപോയ ജിന്നിനോടാണോ? അല്ല. കാരണം ഫസാദൂഹും റഹഖാ, ഇവരുടെ തേട്ടം ആ ജിന്ന് കേട്ടു, ആ ജിന്നിന്റെ ഗർവ് വർദ്ധിച്ചു. മരിച്ചുപോയ ജിന്നാണെങ്കിൽ കേൾക്കുവോ? ഇവര് തേടിയത് ലോകത്തിന്റെ വേറെ ഏതോ ഭാഗത്തുള്ള ജിന്നിനോടാണോ? അല്ല. കാരണം ഫസാദൂഹും റഹഖാ, ഓല് കേട്ടത് അടുത്തുള്ളതായത് കൊണ്ടാണ്. ഹാലിറായ ജിന്നിനോടാണ് തേടിയത് എന്താ? ആ മരുഭൂമിയിലെത്തുന്ന ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങള്, കന്നുകാലികള്, ഭാര്യമാര്, സ്ത്രീകള്, ഇവരെ മറ്റ് ജിന്നുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയണേ എന്നതാണ് തേട്ടം. അത് ജിന്നിന് കഴിയുന്നതല്ലേ? കഴിയുന്നതാണ്. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ നമ്മൾ വായിച്ചു. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ അടക്കം നമ്മൾ വായിച്ചു. ഒരു നാട്ടിൽ ചെല്ലുമ്പോ ആ നാട്ടിലുള്ള ആളുകളോട്, രാജാവിനോട് അഭയം നൽകണേ എന്ന് പറയുന്നത് പോലെയാണ് ഇവർ ഈ പറഞ്ഞത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അങ്ങനെ ഇത് ദുർവ്യാഖ്യാനാണ് എന്നായി ഇവരുടെ വാദം. അത് അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചതാണ്, അത് തെളിയിക്കണം പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ്, അതെന്ത് ചെയ്യണം? അബ്ദുറഹ്മാൻ സലഫി തെളിയിക്കണം എന്നിവർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൊടുവള്ളിയിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ വന്നിട്ട് പറഞ്ഞു 100 വട്ടം തയ്യാറാണ്. 100 വട്ടം ഞങ്ങൾ തയ്യാറാണ്. 100 വട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞ ആളുകളോട് പരപ്പനങ്ങാടിയിൽ വെച്ചാണ് 100 വട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ISMന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കത്തുകൊടുത്തു. തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തയ്യാറാണെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾക്ക് എപ്പോഴാ സൗകര്യം ഉണ്ടാകുക? 2 ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം എന്ന് പറഞ്ഞ് കത്തുകൊടുത്തു. അതാണല്ലോ സ്വാഭാവികമായ ഒരു മര്യാദ. തെളിയിക്കണമെന്നവർ പറഞ്ഞു. തെളിയിക്കാൻ വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് നമ്മൾ ചോദിച്ചു. 100 വട്ടം തയ്യാറാണ് എന്നവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയിരിക്കാം, ഇവിടുത്തെ പരപ്പനങ്ങാടിയിലെ ISM അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൊടുത്തപ്പോ മറുപടി എന്താ? അത് നിങ്ങളെ കത്തല്ല വേണ്ടത്, ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം. ജമിയത്തുൽ ഉലമ കത്ത് തന്നാലേ ഞങ്ങൾ തയ്യാറാവുള്ളൂ. എന്നാ പിന്നെ 100 വട്ടം തയ്യാറാണെന്ന് പറഞ്ഞപ്പോ പറയണ്ടേ? 100 വട്ടം തയ്യാറാണ് ജമിയത്തുൽ ഉലമ കത്ത് തന്നാൽ അതപ്പ പറഞ്ഞില്ല. ഇത് വിചാരിച്ചത് ആരും ഏറ്റെടുക്കില്ല എന്നാണ്. ഏറ്റെടുത്തപ്പോ ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം എന്ന മറുവാദം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ജമിയത്തുൽ ഉലമക്ക് അങ്ങനെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് കത്ത് കൊടുക്കുന്ന ഒരു പണിയില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ, നമ്മൾ പറഞ്ഞ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇവരുടെ ഈ മുഖ്യ പ്രഭാഷകൻ പറയുന്ന 2 കത്തുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹനീഫ് കായക്കോട് ചോദിച്ചു, നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പരപ്പനങ്ങാടി പറഞ്ഞു 100 വട്ടം തയ്യാറാണ്. ആ 100 വട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന് പറഞ്ഞിരുന്നോ? പരപ്പനങ്ങാടിയിൽ നിങ്ങൾ 100 വട്ടം തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ജമിയത്തുൽ ഉലമയുടെ കത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല.
തയ്യാറാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റെടുത്ത് ഞങ്ങൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയത്. 100 വട്ടം തയ്യാറാണ്. അപ്പോൾ ISMന്റെ കത്തിട്ട് വന്നോ? പോരാ. നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? നിങ്ങൾ KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി വെല്ലുവിളിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഔദ്യോഗിക പണ്ഡിത സഭയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് ISM പോരാ. അവിടെ എന്താണ് മറ്റേ ഹസന്റെ ആൾ വന്നിട്ട് സംവാദത്തിന് വെച്ചപ്പോ ഇല പിന്നെ കൊമ്പ് കടന്നിട്ട് ഇത് പോരാ, അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരെ കത്ത് വരികയെന്നല്ലേ ചോദിച്ചത് അല്ലേ? ഇവിടെ മുഖാമുഖത്തിൽ ഹസന്റെ ആൾക്കാർ വന്ന് ചോദിച്ചു സംവാദത്തിനുണ്ടോ പറഞ്ഞു, നിങ്ങൾ സമസ്തന്റെ കത്തുമായിട്ട് വരിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞ് സമസ്തക്കാര് ഞങ്ങൾ നടത്തിയ വെല്ലുവിളിണ്ടത് സ്വീകരിക്കട്ടെ, കത്തിന്റെ വിഷയം തന്നെ അവിടെ പറഞ്ഞിട്ടില്ല. നുണ പറയാൻ എന്നിട്ട് ഓരോ വാക്ക് പറയുമ്പോഴും മൂപ്പര് നമ്മൾ പച്ചമണിയാണ് എന്ന് പറയും. സമസ്തക്കാരുടെ കത്തുമായി വരാൻ പുളിക്കലിൽ പറഞ്ഞത് തെളിയിക്കാൻ മാലിക് സൽഫിക്ക് കഴിയും. എന്തിനാ കളവ് പറയുന്നത്? നിങ്ങൾക്ക് കത്ത് തരാൻ ധൈര്യമില്ലെങ്കിൽ, ഈ ജിന്നുവാദികൾക്ക് കത്ത് തരാൻ ധൈര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? വാദപ്രതിവാദത്തിന് തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? പകരം ഇങ്ങനെ കളവ് പറയണോ? അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങളവിടെ നിൽക്ക്, ഇവിടെ ഔദ്യോഗിക സമസ്തക്കാരുണ്ട്, അവരോട് ഞങ്ങൾ നടത്തിയ വെല്ലുവിളികളുണ്ട്, ആ വെല്ലുവിളികൾ അവർ സ്വീകരിക്കട്ടെ, അവര് വരുമോ ഇല്ലേ എന്നറിയട്ടെ, എന്നിട്ടാക്കാൻ നിങ്ങളുമായിട്ട് എന്നാണ്. അല്ലാതെ കത്ത് പുളിക്കൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് ISMന്റെ കത്തേറ്റ് നിങ്ങൾ പിന്നെ തടി തപ്പാൻ നോക്കണ്ട. നമ്മൾ ചോദിച്ചു KJU കത്ത് തരണം. നിങ്ങൾ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ കത്ത് തരണം. അപ്പൊ മൂപ്പര് പറഞ്ഞാണ് കത്ത് തരണം എന്ന് പറഞ്ഞാൽ KJU കൂടണ്ടേ? KJU കൂടിയപ്പോ എന്താ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചില ആൾക്കാർ കയറുന്നറിയും, ചില ആൾക്കാർ ഇറങ്ങുന്നറിയും, ചിലർക്ക് കയറൂല ഇറങ്ങൂല എന്നറിയും. ഇനിയിപ്പോ കയറി എന്താ ചെയ്യുക? അതൊക്കെ അതിപ്പോ അവിടെ ശൂറ കുടിയാലും അങ്ങനെ തന്നെയാണല്ലോ. ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് ശരിയാണ്, അതിന് ഖുർത്തുബി തഫ്സീറുണ്ട് എന്ന് പറയുന്ന എത്ര ആളുകൾ ഉണ്ടാവും ശൂറയിൽ? അതേപോലെ സാജിദ് തിരുവരങ്ങാടി നടത്തിയ റുഖിയയെ അംഗീകരിച്ച ആളുകൾ എത്രയുണ്ട് അവിടെ? അതിനെ എതിർത്ത ആളുകൾ എത്രയുണ്ട്? സാജിദ് അടിച്ചതും തുപ്പിയതും ആട്ടിയതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എത്രയുണ്ട്? അത് തെറ്റാണ് എന്ന് പറയുന്നവർ എത്രയുണ്ട്? അതൊക്കെ അവിടെ തന്നെയാണുള്ളത്. എന്നിട്ട് മതി മുജാഹിദികൾക്ക് നേരെ ഈ ആരോപണം ഉന്നയിക്കൽ. ചർച്ച ചെയ്യണമല്ലോ. അപ്പോ ഹനീഫ് കായക്കൂടി ഒരു പച്ച നുണ കേട്ടോ. ഇത് മൂപ്പര് ഒരു ബ്രാൻഡാണ്, പച്ച നുണ എന്നുള്ളത്. പച്ച നുണ. മൂപ്പർക്ക് തെളിവ് പറയാൻ കഴിയാത്തത് എന്തുണ്ടോ അതിനെയൊക്കെ മൂപ്പര് നേരിട്ട് ഈ ഒരു വാക്കുണ്ട്. മൂപ്പരൊരു പ്രസംഗം എടുത്തു നോക്കിയാൽ ഇതിങ്ങനെ ആവർത്തിക്കും. അത് ആവർത്തിച്ചാൽ ആ വാക്ക് കേട്ട അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം മൂപ്പർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കേട്ടോളൂ, ഈ പറഞ്ഞത് ഞാൻ ഇപ്പൊ തെളിയിക്കാം. ഈ നുണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവേദി പറഞ്ഞൊരു മടി കിട്ടും. നുണക്ക് പിന്നെ നുണന്നല്ല എന്താ പറയാ. അദ്ദേഹം പറയാണ്, ഞാനതാ പറഞ്ഞത്, അദ്ദേഹം KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആക്ഷേപിക്കില്ല. ഞാൻ ഒരു മഹാന്മാരായ പണ്ഡിതന്മാരിരുന്ന് സദസ്സിൽ ഒരു വേദിയിൽ കസേര ഇരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങുന്നത് ബേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആർക്ക് ഇരുന്നെങ്കിലും നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, പാലക്കാട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ സംവാദത്തിന് കത്ത് കൊടുക്കുന്ന ചരിത്രം KJUവിനില്ല. പറയട്ടെ, ചില കത്ത് കൊടുക്കണം, നമുക്ക് നോക്കാം. KJUവിന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJUവിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJUവിന്റെ കത്ത് വേണമെന്ന് പറയാ. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഇത് പ്രസംഗിക്കുന്ന ആരറിയോ? KJUവിന്റെ സെക്രട്ടറിയാണ്. കേരള ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട്? പിടിച്ചോ. ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പരങ്ങാടി സംവാദം. എന്തേ നിങ്ങളവിടെ കാമം ഉണ്ടാഞ്ഞത്? ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച അവിടെ വീണ്ടും വരുന്നുണ്ട്. KJU സംവാദത്തിന് കത്ത് കൊടുക്കില്ലെന്നോ ആര് പറഞ്ഞു? കായക്കൊടി
ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ്. ഞാനിത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ കൊച്ചിയിൽ കാമെന്നല്ല, കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടെന്നല്ല. അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ? എന്താ സെക്രട്ടറി പഠിച്ചിട്ടുണ്ട്. സെക്രട്ടറി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പരപ്പനങ്ങാടി സംവാദത്തിന് കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആ കൂട്ടത്തിൽ വായിക്കാൻ കഴിയും. അപ്പൊ അതല്ല നിങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങളെ വിശുദ്ധത്തിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. ഒരു കത്തിടപാടി എന്നുള്ള വാക്ക് അപ്പൊ അനുയായികൾ തക്ബീർ ചൊല്ലിക്കോളും. കാന്തപുരത്തിന്റെ അനുയായികളുടെ അതേ അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അടിമകൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അതിന്റെ മുകളിൽ കയറി പിടിച്ചോളും. അത് നേതാക്കന്മാർ കൊടുക്കുന്ന ഈ ക്യാപ്സ്യൂൾ അങ്ങനെ പ്രചരിപ്പിക്കും. എന്താ വലിയ കാര്യത്തിൽ പറഞ്ഞു നടന്നാൽ ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കാറുണ്ട്. പരപ്പനങ്ങാടിയിലെ വാദപ്രതിവാദത്തിന്റെ ചരിത്രം അറിയോ? അറിയില്ലെങ്കിൽ പറയാം ഔദ്യോഗികമായിട്ട്. ഇപ്പൊ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആളെന്ന നിലയിൽ ഔദ്യോഗികമായി അതിന്റെ രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കത്തിന്റെ ഒറിജിനൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പരപ്പനങ്ങാടി സംവാദത്തിന്റെ ഹേതു എന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തതാണോ സമസ്തക്ക്? അല്ല. 1949 ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതായാലും ഭൂരിപക്ഷം ആളുകളെക്കാളും പ്രായമുള്ള കത്തായത്, അതിന്റെ ഒറിജിനലായത്. ഇവിടെ ഇരിക്കുന്ന ആരും ഈ കത്ത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്താ ഈ കത്തിലുള്ളത്? ആരാ ഈ കത്ത് എഴുതിയത്? ഈ കത്ത് എഴുതിയത് യങ് മെൻസ് മുസ്ലിം അസോസിയേഷൻ രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി YMMA എന്ന സംഘടന കത്തെഴുതുകയാണ്. ആർക്ക്? ജംഇയ്യത്തുൽ ഉലമക്ക് കത്തെഴുതി, സമസ്തക്കും കത്തെഴുതി. ജംഇയ്യത്തുൽ ഉലമക്ക് കത്തെഴുതി, സമസ്തക്കും കത്തെഴുതി. എന്താ ഈ കത്തിലുള്ളത്? ഈ കത്തിലുള്ളത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പറയാൻ, എന്നിട്ട് ഇതിനൊരു പോം വഴി ഉണ്ടാക്കാനായി ഇരു കക്ഷികളിലെയും പ്രതിനിധികൾ ഒത്തുകൂടി തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്തുന്നതായാൽ ഈ തർക്കത്തിന് അറുതി വരുത്തുവാനും പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നും, ആണെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും മറ്റുമുള്ള വിശദ വിവരങ്ങൾ അറിയിച്ചു തരുവാൻ അപേക്ഷ. നിങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മറുപടി 2 ദിവസത്തിനകം അയച്ചു തരുവാൻ അപേക്ഷ എന്ന് വിധേയൻ പ്രസിഡന്റ് YMMA രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി, കോപ്പി ടു സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റേർഡ് തിരൂരങ്ങാടി, പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലിക്കറ്റ്. YMMA കൊടുത്ത കത്ത. ആ കത്തിനാ ജംഇയ്യത്തുൽ ഉലമ മറുപടി കൊടുത്തത്. അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് ജംഇയ്യത്തുൽ ഉലമ കത്ത് തരണം എന്ന് പറഞ്ഞതുപോലെ സമസ്തയെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ടില്ല. അതല്ല പരപ്പനങ്ങാടി സംവാദം. അത് അതിന്റെ മുകളിൽ തന്നെ ഉണ്ട്. എന്തേ അതൊന്നും വായിക്കാത്തത്? മറച്ചു വെച്ച് വായിക്കുക എന്നത് ശീലമായി. നിങ്ങൾ വിചാരിച്ച ഞങ്ങളടുത്ത് ഈ രേഖകളില്ല എന്നാണോ? നിങ്ങളടുത്തുള്ളത് പിന്നീട് ആരോ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ കോപ്പിയല്ലേ? കത്ത് ഒറിജിനൽ കൈപ്പടയിൽ എഴുതിയ 1949 22/5/1949 കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് അവറുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള YMMAയുടെ പ്രസിഡന്റ് അയച്ച കത്തിന്റെ ഒറിജിനലാ എന്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ടാ പറയുന്നത് എന്ത്? ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കലില്ല എന്ന് സെക്രട്ടറി പറയുന്നു. ഇതാ ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കാറുണ്ട്. ജംഇയ്യത്തുൽ ഉലമ ഒരു കത്ത് കൊടുക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞത്. ജംഇയ്യത്തുൽ ഉലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് തരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ അയക്കാം, ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാ അവിടുത്തെ IS-മാര് പറഞ്ഞത്. ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങളെ കൊണ്ടുവരാം എന്നാ പറഞ്ഞത്. അപ്പോ ഈ പണ്ഡിതന്മാരെ ജംഇയ്യത്തുൽ ഉലമ ചുമതലപ്പെടുത്തിയതാണ് എന്നൊരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദ ഉണ്ട്.
അതിനൊരു മര്യാദ ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ നടന്നിട്ടുണ്ട്. എന്നാൽ ജംഇയ്യത്തുൽ ഉലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്ന പതിവ് ഇല്ല. ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ജംഇയ്യത്തുൽ ഉലമ വാദപ്രതിവാദത്തിനെതിരാണോ? അല്ല. ഇത് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ലഘുലേഖയാണ്. 8/9/1954 MCC അബ്ദുറഹ്മാൻ മൗലവി ഒപ്പിട്ടുകൊണ്ട് അയച്ച ഒരു കത്ത്, ഒരു ലഘുലേഖയായത്. എന്താണെന്നറിയാം ഇതിലുള്ളത്? വാദപ്രതിവാദം നടത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള നിബന്ധനകൾ മൊത്തം എല്ലാവരോടുള്ള ഒറ്റ നിബന്ധന, വാദപ്രതിവാദം നടത്താനുള്ള നിബന്ധന. അതിൽ വാദപ്രതിവാദത്തിന്റെ കാര്യപരിപാടി അടക്കം അച്ചടിച്ചുകൊണ്ടാണ് അന്ന് ഈ കത്ത് വിതരണം ചെയ്തത്. അങ്ങനെയൊക്കെ ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമസ്തക്കാരെ വിളിച്ച്, സമസ്തക്കാരെ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാകണം എന്ന് കത്ത് കൊടുക്കാറില്ല. ഇനി അടുത്ത കത്ത് വായിക്കുന്നത് കേട്ടോളൂ. ഇനി ഈ പുളിക്കൽ വെച്ചുകൊണ്ട് ഇത് നമുക്കൊരു പുളിക്കക്ക് മാറ്റി വെച്ചാ ഇതെന്താ അറിയെങ്കിൽ ഇത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലുള്ള കത്താണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി കട്ട് വായിച്ചു തരണ്ട വഅലാ ആലിഹി വസഹബി അജ്മഈൻ വബഅദ്. മണ്ണാർക്കാട് മേഖല മുജാഹിദ് സംഘടനാ പ്രതിനിധികൾക്ക് ശ്രദ്ധിക്കണേ, നമ്മളിവിടെ എന്താ തർക്കം? ഇവിടെ വിസ്ഡം വിഭാഗം പറയുന്നു അവര് വാദപ്രതിവാദത്തിന് തയ്യാറാകണമെങ്കിൽ അവർക്ക് കേരള ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കാറില്ല. അപ്പൊ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഇതാ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ച ഒരു കത്തിന്റെ കോലാണ് ഞാനാ പറഞ്ഞത്. രണ്ടാമത്തെ കത്താണ് ഈ വായിക്കുന്നത്. ഇത് പുളിക്കലേക്ക് മാറ്റിവെച്ചതാണ്. അത്രയും മുപ്പര് മാറ്റിവെക്കാൻ പറ്റിയ മുതൽ തന്നെയാണത്. ആർക്കാ കത്ത്? മണ്ണാർക്കാട് മേഖല മുജാഹിദ് പ്രവർത്തകർക്ക്. ജംഇയ്യത്തുൽ ഉലമ മണ്ണാർക്കാട് മേഖല മുജാഹിദ് പ്രവർത്തകരുമായിട്ടാ വാദപ്രതിവാദം നടത്തിയത്. മണ്ണാർക്കാട് മേഖല മുജാഹിദ് പ്രവർത്തകർക്കാണ് ആ കത്ത്. വായിക്കുന്നത് അങ്ങനെയാണ്. എന്തിനാ കത്തയച്ചത്? ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ ആളുകളെ നിശ്ചയിച്ചു തരണം എന്നവരാവശ്യപ്പെട്ടപ്പോ ഇതാ താഴെ പറയുന്ന ആളുകളെ വാദപ്രതിവാദത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത കത്ത. ആ കത്തും വിസ്ഡം ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന കത്തും ഒന്നാണോ? അത് ഇവിടെയുള്ള ISMമാർക്ക് ആവശ്യപ്പെടാം, ഇവിടെയുള്ള KNMമാർക്ക് ആവശ്യപ്പെടാം. ഇതാ വിസ്ഡം വിഭാഗം ഞങ്ങളുമായിട്ട് സംവാദത്തിന് തയ്യാറായിട്ടുണ്ട്, അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെ ജംഇയ്യത്തുൽ ഉലമ നിശ്ചയിച്ചു തരണം എന്നാണ് അവർ വെച്ച ഒരാവശ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ഡിതന്മാരെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കും. ആ കത്ത് വിസ്ഡത്തിനല്ല, ആ കത്ത് സമസ്തക്കല്ല, ആ കത്ത് ഇവർക്കാണ് അയച്ചത്, മണ്ണാർക്കാട് മേഖല മുജാഹിദ് പ്രവർത്തകർക്ക്. നോക്കൂ നിങ്ങൾ ഒന്നുകൂടി. കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ. ഇനി ഈ പുളിക്കൽ വെച്ചുകൊണ്ട് ഇത് നമുക്കൊരു പുളിക്കക്ക് മാറ്റി വെച്ചാ ഇതെന്താ അറിയെങ്കിൽ ഇത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലുള്ള കത്താണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി കട്ട് വായിച്ചു തരണ്ട വഅലാ ആലിഹി വസഹബി അജ്മഈൻ വബഅദ്. മണ്ണാർക്കാട് മേഖല മുജാഹിദ് സംഘടനാ പ്രതിനിധികൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AP വിഭാഗം സുന്നി പണ്ഡിതന്മാരുമായി സ്ത്രീ ജുമുഅ ജമാഅത്ത് വിഷയത്തിൽ മണ്ണാർക്കാട് വെച്ച് സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ നിശ്ചയിക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ താഴെ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു. നോക്കൂ, ഇതാർക്കാ കത്ത്? എന്താ കത്തിലുള്ളത്? AP വിഭാഗം സമസ്തയുമായി സംവാദം നടത്താൻ. ഇവിടെ നിങ്ങൾ തയ്യാറായാൽ വിസ്ഡം വിഭാഗവുമായി അവരുടെ പിഴച്ച വാദത്തിൽ സംവാദം നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് കത്ത് കൊടുക്കും. ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത്? ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത്? അത് നിങ്ങൾക്ക് തരണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ആ കത്തിത ഞങ്ങളുടെ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ആദ്യം തയ്യാറാവണ്ടേ? അവിടെ സമസ്തക്കാര് തയ്യാറായി. സമസ്തക്കാര് തയ്യാറായപ്പോ നമ്മളുടെ ആളുകളെ ചുമതലപ്പെടുത്തി കത്ത് കൊടുത്തു. ഇനി പേര് ശരിക്കും ശ്രദ്ധിക്കണോ? 1 P ഹംസ മൗലവി അഥവാ ചങ്ങലിരി. 2 ഹനീഫ് കായക്കൊടി. 3 മുഹമ്മദ് ഷാഫി ചങ്ങലിരി. ഒപ്പ്
എം മുഹമ്മദ് മദനി, സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ പുളിക്കൽ ജംഇയ്യത്തുൽ സീലുണ്ട്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ഈ ജംഇയ്യത്തുൽ ഉലമ നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയാണോ? ആണ്, ആ ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. ആ ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തത് മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്കാണ്, അല്ലാതെ വിസ്ഡം ജിന്നുവാദികൾക്കല്ല. മുജാഹിദ് പ്രവർത്തകർക്കാണ് കത്ത് കൊടുത്തത്. YMMA കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ കത്ത് കൊടുത്തതെങ്കിൽ ഈ കത്ത് കൊടുത്തത് മുജാഹിദ് പ്രവർത്തകർക്കാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് വിസ്ഡം വിഭാഗത്തിന്, ജിന്ന് വിഭാഗത്തിന് കത്ത് തരണമെന്നാണ്. അങ്ങനെ കുബൂരികൾക്ക് കൊടുത്ത കത്തല്ല നിങ്ങൾ വായിച്ചത്. ഈ പുളിക്കൽ അഡ്രസ്സുള്ള ജംഇയ്യത്തുൽ ഉലമ ഹനീഫ് കായക്കൊടി ഇപ്പോ സെക്രട്ടറിയായ ജംഇയ്യത്തുൽ ഉലമയാണോ? ആണ്, അതേ ജംഇയ്യത്തുൽ ഉലമയാണ് കത്ത് കൊടുത്തത്. കത്ത് കൊടുത്തത് മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക്, മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക്. AP വിഭാഗം സമസ്തക്ക് എന്ന് പറഞ്ഞിട്ടല്ല, EK വിഭാഗം സമസ്തക്ക് എന്ന് പറഞ്ഞിട്ടല്ല, വേറെ ഏതെങ്കിലും സമസ്തക്ക് എന്ന് പറഞ്ഞിട്ടല്ല. പിന്നെയോ മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക്. നിങ്ങൾ ആർജവത്തോടെ ഈ പരപ്പനങ്ങാടിയിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, പറയുന്ന നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിച്ച് ആ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനത്തുണ്ടെങ്കിൽ, ആയുസോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഇവിടത്തെ നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ വാട്സപ്പിൽ അതിന് ആരെയൊക്കെ ചുമതലപ്പെടുത്തി എന്ന കത്ത് ഞാൻ തന്നിരിക്കും. മദനി അന്ന് തന്നില്ലേ? അതേമാതിരിയുള്ള കത്ത് പരപ്പനങ്ങാടിയിലെ മുജാഹിദ് പ്രവർത്തകർക്ക് ഏറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വിസ്ഡം ജിന്നുവാദികൾ നമ്മളുമായി സംവാദം നടത്താൻ തയ്യാറായിട്ടുണ്ടല്ലോ. ആ സംവാദത്തിന്റെ ചർച്ചകൾ നടത്താൻ താഴെ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയതായി അറിയിക്കുന്നു എന്ന് ഹനീഫ് കായക്കൊടി, സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ കത്ത് അപ്പ തരും. ഹനീഫ് കായക്കൊടിയാണ് സെക്രട്ടറി എങ്കിൽ ആ കത്താണോ നിങ്ങൾ ചോദിച്ച കത്ത്? ഇതെന്താന്ന് ചോദിച്ചാൽ അടിമകളാണ്. സോഷ്യൽ മീഡിയയിൽ നിറയെ ഇവരുടെ അടിമകളാണ്, ചാവേറുകളാണ്. ഫൈസൽ മുസ്ലിയാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, എല്ലാരും കായക്കൊടിനെ വിളിക്കണം. ഇപ്പൊ എന്നും വിളിയാണ്. എന്നും വിളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി 2-2:30 വീട്ടിലെത്തുമ്പോഴാവും ഗൾഫിൽ നിന്നുള്ള കോള്. കായക്കൊടി സുഖം തന്നെയല്ലേ, എന്തൊക്കെയാണ്, എന്തിനാടാന്ന് വെച്ചിട്ട് പിന്നെ ആ ജിന്നുകളുടെ ശൈലിയാണ്. ആ ശൈലിയാണ് പിന്നെ കോളിംഗ് ഉണ്ടാവുന്നത്. ഈ ജാതി അടിമകളെ വെച്ചിട്ടാണ് ഈ ചോദ്യം. കേട്ടോളൂ വീണ്ടും. ആ ജംഇയ്യത്തുൽ ഉലമയുടെ മരിച്ചുപോയ ബഹുമാനനെ മദനി ഗഫറല്ലാഹു ലഹു, അദ്ദേഹം ഈ ഹനീഫ് കായക്കൊടി, രണ്ടാമത് പേര് ഹനീഫ് കായക്കൊടി, ഇനി വേറെ വല്ല ഹനീഫ് കായക്കൊടി ഉണ്ടോ നമുക്കറിയില്ല കേട്ടോ. വേറെ ഒരു ഹനീഫ് കായക്കൊടി ഇപ്പൊ അറിയുന്നതില്ല. ഒരു ഹാരിസ് കായക്കൊടി ഉണ്ട്, അതുങ്ങളെ കൂട്ടത്തിലാണ്. ആ ഹാരിസ് കായക്കൊടിയാണ് വീട്ടില് റുഖിയ നടത്തി, ജിന്ന് ചികിത്സ നടത്തി, മുജാഹിദിന്റെ വീട്ടില് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് റാഖിയെയും റാഖിച്ചിയെയും കൂട്ടിക്കൊണ്ടുവന്ന് റുഖിയ നടത്തി. എന്നിട്ട് അതിലൊരു സ്ത്രീക്ക് പരിക്ക് പറ്റി, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ സാജീദ് തിരൂരങ്ങാടി പ്രസംഗിച്ചത്. ഹനീഫ് കായക്കൊടി വേറെ ഇല്ല. ഈ ഹനീഫ് കായക്കൊടി നിങ്ങളാണോ കായക്കൊടി? ആണ്, ഞാനാണ്. അതിനെന്താ കുഴപ്പം? അതിലെന്താ പ്രശ്നം? ഈ കത്ത് ആർക്ക് കൊടുത്തു? വിസ്ഡം വിഭാഗത്തിനാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരിലുള്ള ആളുകൾക്കാണോ? അല്ല, മുജാഹിദികൾക്കാ. നിങ്ങൾ ഞങ്ങളെ എതിർ ടീമാണ്, നിങ്ങൾ ഞങ്ങളെ എതിരാളികളാണ്. നിങ്ങൾക്ക് കത്ത് തരുന്നതിന് തെളിവാകണമെങ്കിൽ മണ്ണാർക്കാട് ഞങ്ങൾ സമസ്തക്ക് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു കൊണ്ട് കൊടുത്ത കത്ത് വേണം. വാദപ്രതിവാദത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് സമസ്തക്ക് കത്ത് കൊടുത്തോ? വാദപ്രതിവാദത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് പരപ്പനങ്ങാടി സമസ്തക്ക് കത്ത് കൊടുത്തോ? അത് ഹാജരാക്കിയാലല്ലേ നിങ്ങൾക്ക് കത്ത് തരണമെന്ന് പറയാൻ പറ്റുള്ളൂ. ആണോ? നിങ്ങൾ എന്ത് നുണ ഈ പറയുന്നത്? ആരാന്നാണ് പറയുന്നത്? ഇതാണ് മൂപ്പര്. അപ്പുറം ഇപ്പുറവും മറ്റേ നമ്മള് പുട്ട് അല്ലെങ്കിൽ ഒലക്കാന്നൊക്കെ പറയല്ലോ, ഒലക്കയ്ക്ക് 2 ഭാഗത്തും ചിറ്റുണ്ടാകുക, ഇരുമ്പിന്റെ ഒരു വളയുണ്ടാകുക എന്നൊക്കെ പറയുന്ന മാതിരി തുടക്കത്തിൽ ഒരു നുണ, അവസാനം ഒരു നുണ പറഞ്ഞാൽ മൂപ്പര് പറയുന്നത് സത്യമാണ് എന്ന് മൂപ്പരുടെ മുരീദുമാര് വിശ്വസിക്കും.
എന്നിട്ട് ഇതാ മാലിക് സലഫി മറുപടി പറയുന്നു. കണ്ടില്ലേ, KJU ഉണ്ടാക്കിയ വീഡിയോ ആണിത്. സംവാദത്തിന് വേണ്ടി KJU കൊടുത്ത കത്തുകൾ, KJU സെക്രട്ടറി തെറ്റിദ്ധാരണ പരത്തരുത് എന്നൊക്കെയുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് ഇത് പറയും. എന്നാ ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിക്കണ്ടേ? ഈ മൗലവി വായിക്കുന്ന കത്ത് മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക് എന്ന് മലയാളത്തിലല്ലേ ഉള്ളത്? മലയാളത്തിലല്ലേ എഴുതിയത്? അത് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ജിന്നുവാദികളായ അനുയായികൾക്ക് വേണ്ടേ? നിങ്ങളുടെ പേരിൽ നിങ്ങളെന്താ പറഞ്ഞൂടെ? കേരള ജമിയത്തിൽ നമ്മ കത്ത് കൊടുത്തിട്ട് ഇവിടെ സംവാദം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരാ? KJന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ പേര് വെച്ച് കേരള ജമിയത്തിൽ നമ്മ കത്ത് കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ. നിങ്ങളെന്താ മറന്നുപോയോ? കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പോയി പരിശോധിച്ചോ KJന്റെ ഓഫീസിൽ. ഈ മൂപ്പര് പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് ഓഫീസ് പരിശോധിക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഓഫീസ് പരിശോധിച്ചപ്പോഴാണ് എന്നേക്കാൾ 21 വയസ്സ് കൂടുതലുള്ള കത്ത് കിട്ടിയത്. എന്നേക്കാൾ 21 വയസ്സ് കൂടുതലായി കത്തിന്. മൂപ്പര് പറഞ്ഞ നമ്മൾ ചെയ്യണല്ലോ. അങ്ങനെ പരിശോധിച്ചപ്പോൾ ആ YMMAന്റെ കത്ത് കിട്ടിയത്. YMMAയുടെ ഒറിജിനൽ കത്ത് കിട്ടി. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് KJU മറ്റ് കത്തുകൾ കൊടുക്കുന്നത്, സമസ്ത കത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ വ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെയല്ല. ഇനിയോ ഈ തരത്തിലാണ് ഈ ആളുകളുടെ കളവ് പറയലുകൾ. നമ്മൾ പറഞ്ഞു, ഏറെ അപകടകരമായ വാദത്തിലേക്ക് ഈ സമൂഹത്തെ ഇവർ കൊണ്ടുപോയി. അതിനുള്ള തെളിവ് പരപ്പനങ്ങാടിയിലെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. NV സാലിമും സംഘവും അവതരിപ്പിച്ച ഈ പ്രബന്ധം NV സാലിം, അബ്ദുൽ ജബ്ബാർ മദീനി, അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ റാഷിദ് ബിൻ ഖലീൽ ഇവരെഴുതിയ കത്തുകൾ, ഇവരെഴുതിയ ഈ പ്രബന്ധം ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മൂപ്പര് ആ ചോദ്യങ്ങളൊക്കെ മെല്ലെ അങ്ങ് വിഴുങ്ങി. എന്നിട്ടോ മറുപടി പറയാൻ ശ്രമിച്ചോ? എന്തായിരുന്നു ചോദ്യം? ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അപ്പോ ഒന്നാമതായി പറയേണ്ട മറുപടി, ഈ രണ്ടാമത്തെ പേജിൽ ഖുലാസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് NV സാലിം പറഞ്ഞത് ഈ വിളി ശിർക്കാണ് എന്ന് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് യാ ഇബാദല്ലാഹ് എന്ന വിളിയാണോ? യാ ഇബാദല്ലാഹ് എന്ന വിളിയാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്ന് ഇതിൽ പറയുന്നുണ്ട്, മറിച്ച് ഇത് ശിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യാ ഇബാദല്ലാഹ് എന്ന വിളി ശിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാരൊക്കെയാ? ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള എത്ര പണ്ഡിതന്മാരെ നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്? ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ പേജിൽ നിന്ന് തുടങ്ങാം. മറുപടി ഒന്നാമത്തെ പേജിൽ ഇസ്ലാഹ് മാസിക. മറുപടി പറയാൻ കഴിഞ്ഞോ? എന്താണ് മറുപടി? ഈ പുസ്തകം ഇതെന്താ ചെയ്തത്? നമ്മൾ അന്ന് വിശദീകരിച്ചാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്താ ചെയ്തത്? യാ ഇബാദല്ലാഹ് എന്ന ഈ ദുർബല ഹദീസുമായി ഞാൻ എഴുതിയ ലേഖനത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പലവട്ടം പറയുകയും എഴുതുകയും ചെയ്തിട്ടും അതിനെ യാ ഇബാദല്ലാഹുമായി കൂട്ടിക്കെട്ടി. നിഷേധിക്കാൻ കഴിയോ? യാ ഇബാദല്ലാഹുമായി ബന്ധമില്ല എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല എന്ന് ഈ ആളുകൾക്ക് പറയാൻ കഴിയോ? കഴിയില്ല. എന്നാൽ ഇതിന് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. എന്താ വിശദീകരണം? പിന്നെ യാ ഇബാദല്ലാഹ് എന്നുള്ളത് അത് ശിർക്കാണ് എന്ന് നിങ്ങളുടെ വിചിന്തനത്തിൽ ലേഖനം വന്നില്ലേ? ശിർക്കാണെന്ന് വിചിന്തനത്തിൽ ലേഖനം വന്നു. ഞാൻ ചോദിക്കുന്നു, യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് അത് ശിർക്കാണ് എന്ന് ലോകത്ത് നിങ്ങളല്ലാത്ത, നിങ്ങളും ഈ പിന്നെ മർക്കസ് ദേവക്കാരുമല്ലാത്ത ആരാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? എന്താ മൂപ്പരെ ചോദ്യം? യാ ഇബാദല്ലാഹ് ശിർക്കാണ് എന്ന് ആരാ പറഞ്ഞത്? തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ആരാ ചോദിക്കുന്നത്? മാലിക് സൽഫി. എവിടെ വെച്ചാ ചോദിക്കുന്നത്? പരപ്പനങ്ങാടിയിൽ വെച്ച്. എന്നാൽ അതേ പരപ്പനങ്ങാടിയിൽ അതേ പ്രസംഗത്തിൽ അയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ. മനസ്സിലായല്ലോ? അത് ഈ ലേഖനത്തിൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശിർക്കാന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ആരെ കൊടുത്തിട്ടുണ്ട്? ശിർക്കാന്ന് പറഞ്ഞ ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഇത് യാ ഇബാദല്ലാഹല്ലേ? ഇതില് യാ ഇബാദല്ലാഹുമായി ബന്ധപ്പെടുത്തിയല്ലേ ഇതിലുള്ള ജിന്ന് വിളിയെ കുറിച്ച് പറഞ്ഞത്?
യാ ഇബാദല്ലയിലെ ജിന്ന് വിളിയെ കുറിച്ചല്ല ഇതിലെ ചർച്ച. അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെയല്ല പറയുന്നത്. മൂപ്പരെന്നെ വെല്ലുവിളിക്കുക, നിങ്ങളല്ലാതെ വേറെ ആരാ പറഞ്ഞത്? മൂപ്പരെന്നെ പറയാ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിർക്കാന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ? അത് ഈ ലേഖനത്തിൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശിർക്കാന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, വസീലത്ത് ശിർക്കാന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാര് വെല്ലുവിളി ഉണ്ടെന്ന് കാര്യമില്ല. വെല്ലുവിളിച്ചത് ആരാ? ആരാണ് വെല്ലുവിളിച്ചത്? തെളിയിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചത് ആര്? മാലിക് സലഫി. ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ആര്? അതും മാലിക് സലഫി. എന്നിട്ട് നമ്മളോട് പറയാ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യമില്ല, വെല്ലുവിളിച്ചത് കൊണ്ട് കാര്യമില്ല. തീർന്നില്ല. അടുത്ത ചോദ്യം എന്തായിരുന്നു? പരപ്പരങ്ങാടിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ചോദ്യം ഞാൻ ഉന്നയിച്ചു. ഇനി വീണ്ടും ഇതിൽ പറയുന്നുണ്ടല്ലോ, അടുത്ത പോയിന്റായി പറയുന്നത് പ്രസ്തുത വിളി പടപ്പുകളുടെ കഴിവിലില്ലാത്ത പ്രത്യേകമായ കഴിവ് അവർക്കുണ്ടെന്നോ അതിൽ നിന്നുള്ള സഹായമാണെന്നോ ഉള്ള വിശ്വാസത്തിലല്ല. ഈ പ്രത്യേകമായ വിളി എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രസ്തുത വിളി എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രസ്തുത വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ യാ ഇബാദല്ലയാണോ അതല്ല ജിന്നുകളെ വിളിക്കലാണോ? ഒന്നാമത്തെ പേജ് എന്നുള്ള ചോദ്യം മറുപടി പറയേണ്ടതല്ലേ? പിന്നീട് ഇതിൽ പറയുന്നു, ഈ പുസ്തകം 1-ാം പേജിൽ ഈ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രത്യേകമായ വിളി മൂപ്പര് പറയാൻ ശ്രമിച്ചു. ഏത് വിളിയായാലും ശിർക്കാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? മൂപ്പര് പറഞ്ഞു നോക്കുന്നുണ്ട്, എല്ലാ വിളിയും ശിർക്കാണ് എന്നൊക്കെ പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകമാക്കി വിളിച്ച് ജിന്നേന്ന് വിളിച്ചാൽ ശിർക്കാണ്. അപ്പൊ രാത്രിയുടെ ഇരുളിൽ ജിന്നേന്ന് വിളിച്ചാൽ ശിർക്കാവോ? അത് പറയണ്ടേ? പ്രത്യേകമായി വിളിച്ചാൽ ശിർക്കാണ് എങ്കിൽ ഒരാള് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുമ്പോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്നാണോ വാദം? ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്നാണോ വാദം? മറുപടി പറയണ്ടേ? ഇങ്ങനെ ഈ പ്രബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉന്നയിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ? ഈ പ്രബന്ധത്തിന്റെ 21-ാമത്തെ പേജിൽ, ഈ പ്രബന്ധത്തിന്റെ 21-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ 21-ാമത്തെ പേജിൽ പറയുന്നത്? ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിധി, ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിധി പണ്ഡിതന്മാർ പറയുന്നത് കാണുക എന്ന. പണ്ഡിതന്മാര് എന്തിന്റെ വിധിയാ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഈ പണ്ഡിതന്മാർ ഖുർആനിലെ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്ത് നാം കണ്ടു. അപ്പോൾ ഇവർ ഈ ആയത്ത് കാണാത്തവരല്ല. ഇനി ഈ പണ്ഡിതന്മാർ ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക. ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയാണത്രേ പണ്ഡിതന്മാർ. എന്നിട്ട് പ്രബന്ധത്തിന്റെ 26-ാമത്തെ പേജിൽ എടുത്തു കൊടുത്ത് നോക്കൂ നിങ്ങൾ. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറയുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് പറയാൻ. എന്താ പറയുന്നത്? അവിടെ ഹൈലൈറ്റ് ചെയ്തത് എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പുറം ഇപ്പുറമൊന്നും ഞാൻ വായിക്കുന്നില്ല, ഹൈലൈറ്റ് ചെയ്താണല്ലോ പ്രധാനപ്പെട്ടത്. എന്താ പറയുന്നത്? അമ്മ ഇദാ കാനത്തിൽ ഇസ്തിആനതു വൽ ഇസ്തിഗാസതു ബിൽ മഖ്ലൂഖിൽ ഹയ്യിൽ ഹാദിരി ഫീമാ യഖ്ദിറു അലൈഹി മിൻ ദഫഇ അദുവിൻ ഔ ഇയാനത്തിൻ അലാ ഹംലി ശൈഇൻ ഫലാ ബഅസ ബിഹാ. എന്താ പറയുന്നത്? ഇദാ കാനത്തിൽ ഇസ്തിആനതു വൽ ഇസ്തിഗാസ ബിൽ മഖ്ലൂഖിൽ ഹയ്യിൽ ഹാദിരി, ഹയ്യായ ഹാലിറായ ഒരു ജിന്നിനോട്, ഒരു മനുഷ്യൻ, ഒരാളോട്, ഒരു സൃഷ്ടിയോട് സഹായമുള്ള സഹായാർത്ഥന ഫീമാ യഖ്ദിറു അലൈഹി, ആ സൃഷ്ടിക്ക് കഴിയുന്ന വിഷയത്തിൽ, മിൻ ദഫഇ അദുവിൻ, ഒന്നുകിൽ ശത്രുവിനെ തടയാൻ, ഔ ഇആനതി അലാ ഹംലി ശൈഇൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ടുവരാൻ, ഫലാ ബഅസ ബിഹാ, അതിന് കുഴപ്പമില്ല. എന്താ ജിന്നുവാദികൾ ചോദിക്കാറുള്ളത്? സഹായാർത്ഥന കുഴപ്പമില്ല എന്നാരാ പറഞ്ഞത്? എല്ലാവരും അത് ഹറാമാന്നല്ലേ പറഞ്ഞത്? എല്ലാവരും അത് വസീലത്ത് ശിർക്കാന്നല്ലേ പറഞ്ഞത്? ഇവിടെ കൊടുത്തത് എന്തിനാ? എന്നാൽ സത്യത്തിൽ ഈ ഫത്വയും ജിന്നുകളോടുള്ള സഹായാർത്ഥനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഫത്വയിൽ ജിന്നുകളോടുള്ള സഹായാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇത് എടുത്തു കൊടുത്തത്? മറുപടി പറയണ്ടേ? എന്ത് മറുപടി പറഞ്ഞു?
എവിടെയെല്ലാം ഞങ്ങൾ ചോദിച്ചു, എന്തിനീ ഫത്വ എടുത്തു കൊടുത്തു? ജിന്നിനോടുള്ള സഹായ തേട്ടത്തിന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് അതേപോലെ മറ്റ് സൃഷ്ടികളോട് അവയുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അനുവദനീയമാണ്, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഫത്വ ജിന്നുകളോടുള്ള സഹായത്തിന്റെ വിധിയായി എന്തിനെടുത്തു കൊടുത്തു? മറുപടി പറയണ്ടേ? മറുപടി പറയാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ഈ സന്ദേശത്തിൽ നിന്നകന്നുപോയി, ഈ ആദർശത്തിൽ നിന്നകന്നുപോയി. പിന്നുള്ളത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയോ, ഇവിടെ എന്തെങ്കിലും ചിത്രം ഉണ്ടാക്കാൻ കഴിയോ, ആളുകൾക്കിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ കഴിയോ എന്ന ചിന്തയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത്? മതപ്രബോധന രംഗം ശാന്തമാകണം എന്ന് പറയുന്ന മടവൂരിന്റെ ഒരു ലേഖനം. ആർക്കെങ്കിലും തർക്കമുണ്ടോ അതിൽ? മതപ്രബോധന രംഗം മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവൻ ശാന്താകണ്ടേ? വ്യക്തി ജീവിതം ശാന്താകണ്ടേ? കുടുംബജീവിതം ശാന്താകണ്ടേ? സാമൂഹ്യ ജീവിതം ശാന്താകണ്ടേ? മതപ്രബോധനത്തിലേക്ക് മാത്രം ഒരു ശാന്തത ഉണ്ടോ? ഇല്ല. ഭർത്താവിനോട് ഭാര്യ ശാന്തയായിരിക്കണം, ഭാര്യയോട് ഭർത്താവ് ശാന്തനായിരിക്കണം, മക്കളോട് മാതാപിതാക്കൾ ശാന്തമായി മര്യാദയോടുകൂടി പെരുമാറണം, മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ പെരുമാറണം, പ്രബോധകൻ പ്രബോധിതനോട് എങ്ങനെ പെരുമാറണം, പ്രബോധിതൻ പ്രബോധകനോട് എങ്ങനെ പെരുമാറണം, അതിലാർക്കാ തർക്കം? പക്ഷെ എന്താ വിഷയം? അതിൽ മടവൂര് ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം തുടങ്ങിയത്. അപ്പോ അതിന്റെ തലേ ദിവസം കൊച്ചിയിലെ പാനായിക്കുളത്ത്, എറണാകുളം പാനായിക്കുളത്ത് നടന്ന ഒരു പരിപാടിയിൽ ജിന്നുവാദിയായ ഒരു ചെറുപ്പക്കാരൻ ചോദ്യം ചോദിക്കാൻ വരികയും 10 മണി വരെ നമ്മൾ ആ പരിപാടി നടത്തി. 10 മണി കഴിഞ്ഞപ്പോ അവസാനിപ്പിക്കണം, അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ചെറിയ ബഹളം ഉണ്ടായിരുന്നു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന സമയത്താണ് മടവൂരിന്റെ ഈ ലേഖനം വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടണല്ലോ എന്നുള്ള നിലയ്ക്ക് ഈ ജിന്നുവാദികൾ പ്രചരിപ്പിച്ചു, ഇതാ അവിടെ കുഴപ്പമുണ്ടാക്കിയത് കായക്കൊടിയാണ് എന്ന് മടവൂര് പറയുന്നു. ഞാൻ മടവൂരിനോട് ചോദിച്ചു, നിങ്ങൾ പാനായിക്കുളത്തെ പരിപാടിയുടെ വീഡിയോ കണ്ടിട്ടാണോ ഇത് എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, അല്ല. എവിടെയാ പാനായിക്കുളം എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പാനായിക്കുളം എവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ല അങ്ങനെ എഴുതിയത് എന്ന് മടവൂര് പറയുന്നു. അതല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ ആലോചിക്കേണ്ടയില്ലല്ലോ. അദ്ദേഹം പറയുന്നു, അല്ല, മതപ്രബോധന രംഗം ശാന്തമാകണമെന്നിടത്ത് തർക്കമില്ല, പക്ഷേ അതൊക്കെ ആപേക്ഷികമാണ്. അതിപ്പറഞ്ഞ എല്ലാ രംഗത്തും അങ്ങനെയാണ്. ഇപ്പോ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ അലമാറയിൽ വെച്ച ഒരു 50 രൂപ എടുത്തിട്ട് എന്റെ മോൻ അങ്ങാടി പോയിട്ട് പറയാതെ ചോദിക്കാതെ എടുത്തിട്ട് 50 രൂപ എടുത്ത് അങ്ങാടി പോയിട്ട് അവനൊരു പപ്സും ജ്യൂസും കുടിച്ച് വന്നാൽ ഉണ്ടാകുന്ന പ്രതികരണവും, വേറൊരു മകൻ ഒരു 200 രൂപ എടുത്ത് അങ്ങാടി പോയിട്ട് മദ്യപിച്ചിട്ട് വന്നാലുണ്ടാകുന്ന വികാരം ഒരേപോലെയാവോ? ഇല്ല. അപ്പൊ മറ്റേ മോനോട് നിങ്ങൾ ശാന്തമായിട്ടല്ലേ പറഞ്ഞത്, അതുപോലെ മദ്യപിച്ച് വന്ന മോനോട് നിങ്ങൾ ശാന്തമായിട്ടല്ലേ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അത് സാമാന്യ ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറയാണെന്നേ ആളുകൾ പറയുള്ളൂ. ഓരോ സമയത്തും സന്ദർഭത്തിനും അനുസരിച്ചാണ് പ്രബോധന പ്രവർത്തനം. ശാന്തമായി പറയേണ്ടിടത്ത് ശാന്തമായി പറയും, ശബ്ദം ഉയർത്തി പറയേണ്ടിടത്ത് ശബ്ദം ഉയർത്തി പറയും. ചിലര് ശബ്ദം കുറച്ച് പറയും, ചിലര് ശബ്ദം കൂട്ടി പറയും. അത് എല്ലാ കാലത്തും എല്ലാ സമയത്തും അങ്ങനെയാണ്. നമുക്കറിയാലോ, എത്ര ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു. ഈ കൊടക്കാട് ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഇങ്ങനെ പോകുമ്പോ ആ ഇറക്കത്തിൽ വലതു ഭാഗത്തുള്ള പള്ളി കൊടക്കാടല്ലേ, ആ പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ഉമർ മൗലവിയാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഞാനാണ്. മൗലവി എന്ന് അവിടെ നിന്ന് മഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് മുശ്രിക്കാണ്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അസറിന്റെ മുമ്പാ മൗലവിയുടെ പ്രസംഗം. മഗ്‌രിബ് ഇങ്ങനെ ഇറങ്ങുമ്പോ, അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബ് ഇങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ മൗലവിനോട് ചോദിച്ചു, അല്ല മൗലവി അങ്ങനെ ആളുകളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണോ? അപ്പൊ മൗലവി പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയിപ്പിച്ചാ മതി, നിങ്ങൾ ആരും പറയിപ്പിക്കണ്ട. എല്ലാ കാലത്തും ഒരാളിങ്ങനെ പറയണം. കാരണം പച്ച ശിർക്കിലേക്കാണ് ഈ ആളുകളെ ഈ മൗലവിമാര് കൊണ്ടുവന്നത്. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. ഇപ്പൊ നമുക്കത് മനസ്സിലായല്ലോ എവിടെ എത്തി എന്നുള്ളത്. ഉമർ മൗലവി അങ്ങനെയാ പറഞ്ഞത്, ഉമർ മൗലവി അങ്ങനെയാ ദഅവത്ത് നടത്തിയത്. ആ ദഅവത്ത് നടത്തേണ്ട സമയത്ത് അങ്ങനെ നടത്തിയിട്ടുണ്ട്.
കുടുംബജീവിതം പറയുന്നത് പോലെ, പരലോകം പറയുന്നത് പോലെ തൗഹീദും ശിർക്കും പറയാൻ കഴിഞ്ഞോളുന്നില്ല. ഒരു ഖണ്ഡന പ്രസംഗം നടത്തുന്നത് പോലെയല്ല ഒരു പുതിയ പ്രദേശത്ത് നമ്മളൊരു പ്രസംഗം നടത്തുന്നത്. ഇവിടെ ഇപ്പോ ഉപയോഗിക്കുന്ന ശൈലി മാലിക് സലഫി, അതേപോലെ ഇത്തരം പാട്ടുകളൊക്കെ പാടിയ ആളുകൾ, അവരോട് നിങ്ങളൊന്നും അങ്ങനെ പാടാനൊന്നും പാടില്ലട്ടോ, അപ്പൊ അങ്ങനെയൊക്കെ പാടിയാൽ പഠിച്ചോ നിങ്ങളെ നരകത്തിലിടൂലേ കൂട്ടരെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പാടരുത് എന്നാണോ പറയേണ്ടത്? അത് കുറച്ച് ഗൗരവത്തിൽ പറയും. അത് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും. അപ്പോ ആ ശൈലി, ഒരാളുടെ ശൈലി മാത്രമാണ് ശരി, വേറൊരാളുടെ ശൈലി ശരിയല്ല എന്ന് പറയുന്നതിന് തെളിവില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാ മടവൂര് പണ്ടത്തേതിലേക്ക് തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞാൽ മടവൂരിന്റെ ഒപ്പം പണ്ട് പോയ ആളുകളെ വരെ മാറി. പിന്നെ മടവൂര് മാറാതിക്കണ്? മടവൂരിന്റെ ഒപ്പം ഈ ഖണ്ഡന മണ്ഡനവും അതൊന്നും വേണ്ട, അത് ഖണ്ഡന മണ്ഡന മുക്തമായ തൗഹീദാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അരപ്പനങ്ങാടി എത്ര വേദിയായിട്ട് വെച്ച് കെട്ടിയത്? അപ്പൊ ദൈവത്തിന് ഖണ്ഡന മണ്ഡനം ആവശ്യമാണ് എന്ന് അവർക്ക് വരെ മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരത് പകർത്തുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കൊണ്ട്, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഖണ്ഡന മണ്ഡനമൊന്നും വേണ്ട, അതേപോലെ ഇത്തരം വാദപ്രതിവാദങ്ങളൊന്നും വേണ്ട, അതേപോലെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട എന്ന് ആര് പറഞ്ഞാലും അത് മുജാഹിദുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ പണ്ടിവിടെ ഇത്തരം ചിന്താഗതികളുമായി വന്ന ആളുകൾ ഭിന്നിച്ചു പോയത്. എന്നിട്ട് ഐക്യമുണ്ടായി. ആ ഐക്യത്തെക്കുറിച്ച് കരിമ്പിലാക്കൽ എന്താ പറഞ്ഞത്? ഈ ഐക്യപ്രഖ്യാപനമുണ്ടായി ഒട്ടും വൈകാതെ തന്നെ അത് ഒരു ചതിയായിരുന്നുവെന്നും അതുപോലെ തന്നെ ആ ചതി മനസ്സിലാക്കിയിട്ട് തിരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആളുകളുണ്ടല്ലോ, അതായത് നമ്മുടെ നേതാക്കന്മാരായി അപ്പുറത്ത് എത്തിയിരിക്കുന്ന ആളുകൾ, അവര് ഈ ഐക്യമെന്ന ഇത് നാടകമായി മാറിയപ്പോഴേക്ക് ഈ ഐക്യ നാടകത്തിൽ ഒറ്റുകാരുടെ വേഷമണിഞ്ഞവരായിരുന്നു എന്നും നമ്മുടെ പ്രവർത്തകർക്ക് മനസ്സിലായ പശ്ചാത്തലത്തിലാണ് പൊതുവിൽ എല്ലാവരും അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. കുറച്ചാൾക്കാർ അവിടെ നിന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങിപ്പോന്നു. ആരാണ് ഈ ഒറ്റുകാരായ ആളുകൾ? എന്തിനാണ് ഈ ആളുകളെ ഒറ്റുകാരെന്ന് വിളിച്ചത്? എന്ത് ഒറ്റാണ് ഈ ആളുകൾ നടത്തിയത്? കൃത്യമായ ചർച്ചകൾ നടന്നു, തീരുമാനങ്ങൾ എടുത്തു, അല്ലേ? ഇരുവിഭാഗത്തിലും പെട്ട സംഘടനയുടെ വ്യത്യസ്ത ഘടകങ്ങൾ കൂടിയിരുന്ന് തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഐക്യമുണ്ടായത്. സംഘടനാപരമായ തീരുമാനങ്ങൾ എടുത്തു, ആദർശപരമായ തീരുമാനങ്ങൾ എടുത്തു. സ്വാഭാവികമായും അതിൽ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത്. അതിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അതിനുള്ളിൽ വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു, വീണ്ടും ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു. ആ ഭിന്നതയുണ്ടാക്കി കുറെ ആളുകൾ പുറത്തുപോയി. എപ്പോഴാ ഇത് ചതിയാന്ന് ബോധ്യപ്പെട്ടത്? ജമിയത്തുൽ ഉലമ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ, സിഹറുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ വരെ ജമിയത്തുൽ ഉലമ തീരുമാനമെടുക്കുമ്പോ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ കരിമ്പിലാക്കൽ, അല്ലേ? ആ വേദിയിലില്ലേ? ആ തീരുമാനത്തിൽ CP ഉമർ സലമി ഒപ്പുവെച്ചു. ഇപ്പൊ എന്താ പറയുന്ന? തീരുമാനം പച്ചയായ ശിർക്കാണ് എന്നാണ്. CP ഉമർ സലമിക്ക് തൗഹീദും ശിർക്കും മനസ്സിലായില്ലേ? അബ്ദുൽ ഹമീദ് മദീനി തൗഹീദും ശിർക്കും മനസ്സിലായില്ലേ? ഒപ്പുവെച്ചു. KP സക്കരിയ ഒപ്പുവെച്ചു. ഇതിൽ നിന്ന് ഭിന്നിച്ചു പോയ ആളുകൾ ഒപ്പുവെച്ചു. ആ യോഗത്തിൽ പങ്കെടുത്ത രണ്ടാൾ മാത്രം ഒപ്പുവെക്കാതിരുന്നത്, കരിമ്പിലാക്കലും അലിമദനിയും. ഒരു രണ്ടാളും പറഞ്ഞു ഒപ്പുവെക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, പക്ഷെ ആ തീരുമാനത്തിന് എതിർത്ത് ഞങ്ങൾ പുറത്തു പോകുന്നൊന്നുമില്ല, നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ തീരുമാനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് ഭിന്നിച്ചു പോയിട്ട് ഇപ്പൊ നാട്ടിൽ പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? അനസ് മൗലവി ഐക്യത്തെക്കുറിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുണ്ട്. ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പിന്നീട് വന്നിരിക്കുന്നു. 2016 വന്നിരിക്കുന്ന ഐക്യ ചർച്ച, ആ ചർച്ചകളിൽ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പരസ്പരം വളരെ വലിയ വാശിയേറിയിരിക്കുന്ന ചർച്ചകളുണ്ടായി. എന്നിട്ട് അവസാനം ചില തീരുമാനങ്ങളുണ്ടായി. അതാണ് അതിൽ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു വിഷയമെന്നുള്ളത്. അപ്പൊ ആ തീരുമാനങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും ജിന്നി സിഹിർ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ ധാരണ ഉണ്ടായി. ആ ധാരണ ഉണ്ടായപ്പോ
പിന്നെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു പോലും, എന്നോടും അതുപോലെ അലിമദിനോടൊക്കെ, ഇത് നമ്മൾ ഈ വിഷയം ഇതിപ്പോൾ ജനങ്ങളോട് എങ്ങനെ പറയും, അവരെങ്ങനെ അംഗീകരിക്കും? അപ്പം നമ്മൾ പറഞ്ഞു പോലും അത് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാർ സ്വീകരിച്ചു കൊള്ളും എന്ന്. ഇതും ഒരു അർദ്ധസത്യമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. അത് അർദ്ധസത്യമാണ്. കാരണം 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത്. ഒന്ന് അവിടുന്നും പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ചർച്ചയിൽ. 2 മറ്റേ അർദ്ധം എവിടെയാണെന്ന് ചോദിച്ചാൽ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട തീരുമാനം 2ാമത് ചർച്ച ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രബന്ധം അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് വൈകുന്നേരം ഈ തീരുമാനം ചില ആളുകൾ കൂടിയിരുന്ന് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി തീരുമാനമെടുത്ത് അത് രേഖപ്പെടുത്തി മുകളിൽ വന്ന് അത് വായിച്ച് ഈ തീരുമാനം അംഗീകരിച്ചപ്പോഴും ഇതേ വാക്ക് ഈ കരിമ്പിലാക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നമുക്ക് കായക്കൊടിയും മൂപ്പര് അലിമദിനെ അപ്പുറത്തിരിക്കാണ്, ഞാനും അനസ് മൗലവി ഇപ്പുറത്തിരിക്കാൻ. ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ 4 ആളും കായക്കൊടിയും അനസും ഞാനും അലിമദനിയും ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രഭാഷണങ്ങളുമായി നാട്ടിലിറങ്ങിയാൽ ഈ ഭിന്നത തീരും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 അരയും കൂടിയ ഒന്നായി. അർദ്ധസത്യം ഇവിടെയും വേറൊരു അർദ്ധസത്യം അവിടെയും. ഈ പറഞ്ഞത് കളമാണ് എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ കരിമ്പിലാക്കലിന് കഴിയോ? എന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം? ഈ ഐക്യ ചർച്ചകളിൽ പല വിഷയങ്ങളും ചർച്ച വന്നിട്ടുണ്ട്. ഏതാണ്ട് പരസ്പരം തർക്കത്തിലുള്ള പല വിഷയങ്ങൾ വന്നു. അതിൽ ചില വിഷയങ്ങളിലെങ്കിലും 2 കൂട്ടരും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് 1-2 സിറ്റിങ്ങിൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായി അതൊക്കെ പിന്നെ ഏകാഭിപ്രായത്തിൽ തന്നെ എത്തി അതങ്ങനെ തീരുമാനാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജിന്ന് സിഹിർ വിഷയങ്ങൾ അടിസ്ഥാന വിഷയം തന്നെയായിരുന്നു. അടിസ്ഥാന വിഷയത്തിലായിരുന്നു തർക്കം. ഒന്ന്, ആദ്യത്തെ ചർച്ചയിൽ ഇരുന്നപ്പോ തന്നെ നമ്മൾ പറഞ്ഞു KJU അന്നെടുത്ത തീരുമാനം ഭിന്നിച്ച് പോയ സമയമുണ്ടല്ലോ, ആ സമയത്തെടുത്ത തീരുമാനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം ചർച്ച. അപ്പൊ അവരും അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ എന്തൊക്കെയാ? ഒന്ന് മൻഹജുസ് സലഫ്, 2 തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 2 വിഷയങ്ങളിൽ ചർച്ച വേണം. കൂടാതെ ജിന്ന് സിഹ്ർ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച വേണം. അങ്ങനെ അടിസ്ഥാനപരമായ വിഷയം ചർച്ച ചെയ്തല്ലേ. ഏറ്റവും അടിസ്ഥാനം ഏതാ? ഏറ്റവും അടിസ്ഥാനം ഈ പറഞ്ഞ മൻഹജുസ് സലഫാണ്. കാരണം എല്ലാ വിഷയങ്ങളും അതിന്റെ മുകളിലാണ് തീരുന്നത്. ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കണം, ഓരോരുത്തര് അവരവരുടെ ബുദ്ധിക്ക് യോജിച്ചതുപോലെയാണോ? എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഒരാൾ പറയാ ഇപ്പൊ വന്നിട്ട്, അള്ള പറയുന്നുണ്ടല്ലോ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്റെ ആ മനസ്സിൽ ഹൃദയങ്ങളിൽ ആര് കുഴപ്പമുണ്ടാക്കും? പിശാച് കുഴപ്പമുണ്ടാക്കും, പിശാച് വഴിതെറ്റിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ദുർബോധന നടത്തും. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ലേ, മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പോ വേറൊരു ജീവിയായ ശൈത്താന് എങ്ങനെയാ നമ്മളെ പഴപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബൈക്ക് പോയിക്കോന്നേ പറയാനുള്ളൂ. അയാളെ ബുദ്ധിക്ക് യോജിക്കണമെന്നില്ല. ബുദ്ധിക്ക് യോജിക്കുന്നതേ ഇസ്ലാം പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും മുസ്ലിങ്ങളാവൂലേ? ഇസ്ലാം പറയുന്ന എല്ലാ കാര്യവും ബുദ്ധിക്ക് യോജിക്കുന്നതാ? അല്ല. അവരുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടല്ലേ കുറെ ആളുകൾ മുസ്ലിമാകാതെ മാറിയത്. ഇപ്പൊ സ്വർഗം നരകം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. പക്ഷെ ഓല് മുസ്ലിങ്ങളല്ല. എന്താ കാര്യം? ഈ പരലോകം സ്വർഗം ഇതൊന്നും നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, അവിടെ നമ്മളത് ഉൾക്കൊള്ളൂല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് ശരിയാണെന്നാണോ? അല്ല. അപ്പോ ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. ഈ മൻഹജുസ് സലഫ് അതിന് തീരുമാനമെടുത്തു. പലതവണ ചർച്ച ചെയ്തിട്ടും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് അങ്ങോട്ടും കൈമാറി അത് വെച്ച് ചർച്ച ചെയ്തിട്ടൊന്നും അതിനൊരു തീരുമാനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ പേരിൽ തന്നെ ഐക്യ ചർച്ച ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചതാണ്. ഐക്യ ചർച്ച ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചു. അങ്ങനെ നിർത്തിവെച്ച സമയത്ത് അന്ന് മർക്കസ് ദേവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കത്തുകളൊക്കെ അയക്കുകയും എഴുതുകയും ചെയ്തിരുന്ന അസ്ഹർ അലി സാഹിബ് ഒരു കത്തയച്ചു. എന്താ കത്തിലുണ്ടായിരുന്നത്? ആ കത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മളുടെ ചർച്ച ഇങ്ങനെ നിർത്തിവെക്കേണ്ടതില്ല, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതിനകം നടന്ന ചർച്ചകളിൽ അടിസ്ഥാന വിഷയങ്ങളിൽ യോജിപ്പിലെത്തിയെന്നാണ് എന്റെ വിശ്വാസം. എന്നിട്ട് അദ്ദേഹം ഈ 2 തീരുമാനങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. മൻഹജുസ് സലഫും അതേപോലെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും.
അതുകൊണ്ട് ആ അടിസ്ഥാന വിഷയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാ വീണ്ടും ചർച്ച മുന്നോട്ട് പോയത്. പിന്നൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് സംബന്ധമായ ചർച്ച നടക്കുന്നത്. ആ ചർച്ച നടക്കുമ്പോൾ സംഭവിച്ചത് എന്താ? രണ്ട് വിഭാഗത്തെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളല്ല, മറിച്ച് മുതിർന്ന നേതാക്കന്മാര് അവര് പരസ്പരം എന്തോ ധാരണകൾ ഉണ്ടാക്കിയിട്ട് ആ ധാരണ രണ്ടാമതൊരു ചർച്ച വെച്ച് അവിടെ വെച്ചത് എഴുതി ഉണ്ടാക്കുക മാത്രം ചെയ്തിട്ടുള്ളത് അല്ലെ? അതല്ലെന്ന് പറയാൻ കഴിയും. ആ ധാരണ ശരിയാണ്. മുതിർന്ന പണ്ഡിതന്മാരിരുന്ന് ഒരു ധാരണ ഉണ്ടാക്കി. ആ ധാരണ നമ്മളുടെ ചർച്ചയിൽ കൊണ്ടുവന്നു. അത് വായിച്ചു, അംഗീകരിച്ചു. അത് വായിച്ചിട്ട് അംഗീകരിക്കുക ചെയ്തത്. എതിർത്തോ ആരെങ്കിലും? എതിർത്തില്ല. മർക്കസ്തവ വിഭാഗത്തിൽ നിന്ന് അന്ന് അതിന് നേതൃത്വം കൊടുത്ത അസ്ഹർലി, അതുപോലെ ഹുസൈൻ മടവൂര് തുടങ്ങിയിരിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഇതിൽ നമുക്കൊരു കോംപ്രമൈസിന്റെ രൂപത്തിൽ സംഗതി ഉണ്ടാക്കാം എന്നതിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തുനിന്നും അങ്ങനെയുള്ള നേതാക്കന്മാർ ഇടപെട്ടു നമ്മൾ മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ രണ്ട് വിഭാഗം നേതാക്കളുടെയും ആലോചന പ്രകാരമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ധാരണ, അത് ഈ ഐക്യ കരാറുമായി ബന്ധപ്പെട്ടെടുത്ത് എഴുതിയ കാര്യം മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അനസ് മുസ്ലിയാരാണെങ്കിലും കായക്കൊടിയാണെങ്കിലും ഇപ്പുറത്തെ ഞങ്ങളാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ? അതിലാണ് എന്ത് പറഞ്ഞത്, ജിന്ന് സിഹിർ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഐക്യാനന്തരം പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളിലിരുന്ന് ചർച്ച ചെയ്യാം. പുറത്ത് ഇതൊരു പ്രബോധന വിഷയമാക്കി മാറ്റേണ്ടതില്ല എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയും ആ ധാരണ അവിടെ എഴുതുകയും ചെയ്തു. എഴുതുന്നത് ഇത്രയേ ഉള്ളൂ. ജിന്ന് സിഹിർ വിഷയങ്ങളിൽ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ചില ധാരണകൾ ഉണ്ടായിട്ടുമുണ്ട്. ഇത് പ്രബോധന വിഷയമാക്കേണ്ടതില്ല. പച്ചക്കളവ് എന്ന് പറയാം. മലയാളത്തിലുള്ള ഒരു വാചകം എന്താ പറഞ്ഞത്? ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനല്ല എഴുതിയത് എന്താ? ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതാണ്. ചില ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണ നമുക്ക് തിരുത്താനല്ല, കൃത്യമായ നിലപാടുകൾ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാചകം എന്താ? എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ആദ്യം നേരത്തെ എടുത്തു ഈ മുതിർന്ന ആളുകൾ എഴുതി എന്ന് പറഞ്ഞ തീരുമാനത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായവും ചിലർക്കുണ്ടായിരുന്നു എന്നെങ്ങാൻ ചിലർ എന്നുള്ളൊരു വാചകം ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ ഇവര് പറഞ്ഞു ചിലർന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ചാണെന്ന് വിചാരിക്കൂലേ, അതുകൊണ്ട് ചിലർന്നുള്ളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചിലർന്നുള്ളത് ഒഴിവാക്കിയത്. അങ്ങനെയായി തീരുമാനത്തിയത്. ഐക്യാനന്തരം ചർച്ച ചെയ്യാനുമല്ല എഴുതിയത്. അതും ഈ തീരുമാനത്തിലില്ല. ഈ തീരുമാനത്തിലുള്ളത് ഇങ്ങനെയാണ്: നെസ് ഇല്ലാത്ത ഗവേഷണമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാ അതിലുള്ളത്. കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചതാണ്. ആ നിലപാടാണ് ജമിയത്തുൽ ഉലമയുടെ ജിന്ന് പിശാജ് റുഖിയ ശറയ്യ എന്ന പുസ്തകത്തിലുള്ളത്. അതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ആർക്കെങ്കിലും ഉണ്ടോ? ആ നിലപാട് പ്രസംഗിക്കാനും എഴുതാനും പ്രചരിപ്പിക്കാനും പാടില്ല. രണ്ടൂട്ടർ ഇത് പ്രബോധന വിഷയമാക്കി ഇതാണൊരു വലിയ വിഷയം എന്ന നിലയിൽ പ്രബോധനം നടത്തേണ്ടതില്ല എന്നാണ് തീരുമാനത്തിലുള്ളത് എന്നാണ് അത് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഇപ്പൊ ഇങ്ങനൊരു സംഗതി വന്നപ്പോ ഇതിനെക്കുറിച്ചാണ് അനസ് മുസ്ലിയാര് നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇത് ആൾക്കാർ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ പറഞ്ഞാണ് ഈ വിഷയങ്ങൾ നമ്മൾ അകത്തിരുന്ന് ചർച്ച ചെയ്യാമെന്നും പുറത്ത് ഇത് പ്രബോധന വിഷയമാക്കേണ്ടതില്ല എന്നുമാണ് ഇതിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ ധാരണ. ഈ ധാരണ നമ്മൾ രണ്ട് ടീമും കൂടി ഒരുമിച്ച് ആളുകളോട് പറയുമ്പോൾ അവർക്കത് ബോധ്യമായേക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അത് അപ്പോഴല്ല. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ പച്ചയായ ശിർക്കാണ് എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമയുടെ തീരുമാനം എടുത്ത വേദിയിലാണ് നിങ്ങളത് പറഞ്ഞത്. ജമിയത്തുൽ ഉലമയുടെ തീരുമാനം എടുത്ത വേദിയിലാണ് പറഞ്ഞത്. തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനത്തെ പറ്റിയാണ് ഇപ്പൊ പച്ചയായ ശിർക്കാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. അതിന് ആ കാര്യങ്ങളൊന്നും പറയാതെ ചില വാചകങ്ങളിൽ ഒതുക്കിയിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അനസ് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. തെറ്റിദ്ധരിപ്പിച്ചത് അനസ് മൗലവി അല്ല, മറിച്ച് കരിമ്പിലാക്കലാണ്. കാരണം കൃത്യമായി ഈ തീരുമാനങ്ങൾ എന്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഐക്യത്തോടൊപ്പം നിൽക്കുന്നത്. ആ തീരുമാനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഐക്യത്തോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിസ്സാരമായ വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കേട്ടല്ലോ, ഈ നാട്ടിലെ പുരോഹിതന്മാർ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകന്മാരോട്, കാരണവന്മാരോട് പറയട്ടെ,
നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പേരക്കുട്ടികൾ നാളെ ഈ പ്രസ്ഥാനത്തിന്റെ കാവലാളുകളായി ഈ പരപ്പനങ്ങാടിയിൽ ഉണ്ടാകേണ്ടവരാണ്. അവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഏതെങ്കിലും പുരോഹിതന്മാർ ഒരു പുഴയിലൂടെ ഒരാൾ ഒഴുകി പോകുമ്പോ അവിടെ ഒരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ, ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, രാത്രിയുടെ ഇരുളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ അവിടെ വെളിച്ചം തേടി ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല, അത് വസീലത്തു ശിർക്കാവുകയുള്ളൂ, അത് ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ഒരാളല്ല ഇവിടെ ഉണ്ടാകേണ്ടത്. അത് ശിർക്കാനെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതേ മുസ്ലിയാരെ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വിളിച്ചു പറയും അത് ശിർക്കാണ് എന്ന് പറയാൻ ആർജവമുള്ള മുജാഹിദ് പ്രവർത്തകർ ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇത്തരം ആദർശ സമ്മേളനങ്ങൾ നമ്മളുടെ യുവജന വിഭാഗം സംഘടിപ്പിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ പിന്തുണയും എല്ലാ പ്രോത്സാഹനവും എല്ലാ സഹകരണവും തലമുതിർന്ന കാരണവന്മാരിൽ നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസ്ഥാന സമിതി വ്യാപകമായി സംഘടിപ്പിക്കുന്ന ആദർശീവത്വം അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുജാഹിദ് ആദർശ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനവും ഇതര സംഘടനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആ വിഷയത്തിൽ പ്രവാചകനും സഹാബികളും കൈക്കൊണ്ട പ്രമാണബദ്ധമായ നിലപാടുകൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. പല പല തെറ്റിദ്ധാരണകളും കേരള നേതൃത്വത്തിലും മുജാഹിദുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതിനെല്ലാം വസ്തുനിഷ്ഠമായ പ്രമാണബദ്ധമായ അറിയിപ്പുകളും അതുപോലെ തന്നെ വിശദീകരണങ്ങളുമാണ് നടന്നു കഴിഞ്ഞത്. ഈ നാട്ടിലുള്ള വിവിധ സംഘടനാ പ്രവർത്തകരോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിത് കേൾക്കണം. എന്നിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് എങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയും അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും അതിന്റെ ആദർശ പ്രബോധനം അനുസൂരം തുടർന്നു പോന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെയും അത് തുടർന്നു പോരും. കാരണം അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള മാതൃകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ പ്രോഗ്രാം ഇവിടെ വളരെ നല്ല രൂപത്തിൽ അവസാനിക്കുകയാണ്. അത് അവസാനിക്കുന്നതിന് മുന്നേ ഒരു പ്രോഗ്രാമിന്റെ അറിയിപ്പ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് തൊട്ടടുത്ത പ്രദേശമായ ഒട്ടുമ്മലിൽ കേന്ദ്രം ISM-MSM ഒട്ടുമ്മൽ ശാഖ സംഘടിപ്പിക്കുന്ന അഹ്ലൽ റമദാൻ പൊതുപ്രഭാഷണം നടക്കുകയാണ്. ഒട്ടുമ്മൽ ബീച്ചിൽ വെച്ച് ബഹുമാന്യ പണ്ഡിതൻ ഹാഫിദ് സാക്കിർ ഹുസൈൻ പ്രഭാഷണം നടത്തുന്ന മുഴുവൻ സഹോദരിമാരെയും ആ പ്രോഗ്രാമിൽ ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ പങ്കെടുപ്പടി ഇവിടെ വളരെ നല്ല പ്രവർത്തനം ചെയ്യുകയാണ്. ഈ ആദർശ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പ്രമാണപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതുപോലെ തന്നെ ഈ പ്രത്യേക മണ്ഡലം ജയന്റെ ഭാഗമായിമായ മാനവാധികവും അംശമാസവും മറ്റ് ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പൊതു പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.